الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വേദിയിൽ നമ്മൾ ഒത്തുകൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന പ്രവർത്തനമാക്കി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗലോകത്ത് മഹാന്മാരുടെ ചാരത്ത് സന്തോഷപൂർവ്വം നമ്മെ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളും മറ്റു പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഫത്ഹിന്റെയും ഷിഫാഇന്റെയും ബാബുകൾ തുറന്നു തരട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നിന്ന് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം സൂറത്തുൽ ഹുജറാത്ത്. അതിലെ 5 ആയത്തുകളാണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. തുടർന്നുള്ള ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നമ്മളോട് സംസാരിക്കുന്നത് തുടക്ക ഭാഗത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്രത്തോളം ഒരു വിശ്വാസി കടമപ്പെട്ടിട്ടുണ്ട് എന്നതിനെ പറ്റിയാണ് ഇന്നലെയുള്ള ആയത്തുകളിൽ മുഴുവൻ അല്ലാഹു പരാമർശിച്ചതെങ്കിൽ, മൊത്തത്തിൽ ഈ സൂറത്ത് നാം ഇന്നലെ പറഞ്ഞു വിശ്വാസികൾക്ക് അച്ചടക്കം പഠിപ്പിക്കുന്ന സൂറത്താണിത് എന്ന്. ആ അച്ചടക്കവും ബഹുമാനവും കാര്യങ്ങളൊക്കെ ആദ്യമായി വേണ്ടത് നേതൃത്വത്തോടാണ്,
മുന്നേ നിന്ന് നയിക്കുന്ന ആളുകളോടാണ് എന്നാണ് കഴിഞ്ഞ 5 ആയത്തുകളിലൂടെയും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. എന്നാൽ ഇനി മുതൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് നേതൃത്വത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നത് പോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട, കാത്തുസൂക്ഷിക്കേണ്ടതാണ് തന്നോടൊപ്പം തന്റെ സർവ മേഖലകളിലും ഇടപഴകി കൂടെ ജീവിക്കുന്ന തന്റെ സഹജീവികളായ മറ്റു ജനങ്ങളോടുള്ള പെരുമാറ്റം ഏത് നിലയ്ക്കാവണം. ഇതാണ് ഇനി പറയാനുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യനോളം വരുന്ന ഒരു സാമൂഹ്യ ജീവി ലോകത്ത് വേറെ ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. സാമൂഹ്യമായ ഇടപെടലുകൾ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ പല നിലക്ക് പല മേഖലകളിൽ പെരുമാറുന്നവരും ബന്ധപ്പെടുന്നവരുമാണ് ഞാനും നിങ്ങളും. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ, ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരേ ബാപ്പക്കും ഉമ്മക്കും പിറന്ന മക്കൾ തന്നെ വ്യത്യസ്ത ശൈലിക്കാരും പല നിലക്കുള്ള സമീപനക്കാരും ഉണ്ടാകും എന്നുള്ളത് നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. നാട്ടിൽ പൊതുവായി ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത്, ഇടപഴകലുകൾ പരസ്പരം നടക്കുന്ന സമയത്ത് പല നിലക്കും പല സ്വഭാവക്കാരും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ നല്ല നല്ല സമീപനങ്ങളെ കൂട്ടത്തിൽ തന്നെ കുറച്ച് തീവ്ര സ്വഭാവമുള്ളവരുണ്ടാകും, നല്ല വിഷയങ്ങൾക്ക് ഒരു മധ്യ ലെവലിൽ നിൽക്കുന്നവരുണ്ടാകും, തീരെ ആ വിഷയങ്ങളിലേക്ക് സ്പീഡ് കാണിക്കാത്ത ആളുകളും ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിച്ചു തരുന്നത് സാമൂഹ്യമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ് മറ്റുള്ള ജനങ്ങളെപ്പറ്റി, മറ്റുള്ളവരെപ്പറ്റി എന്റെ മുമ്പിൽ വന്നിട്ട് പല കാര്യങ്ങളും സംശയങ്ങളും ജനിപ്പിക്കുകയും അവരെപ്പറ്റി വേണ്ടതും വേണ്ടാത്തതുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ സലാമത്താക്കി തരട്ടെ. സ്വഭാവ ദൂഷ്യങ്ങൾ പല നിലക്ക് വലിയ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും എന്നതാണ് നേരത്തെ ആ ഓതിവെച്ച ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ല നിലക്ക് ജീവിക്കുന്നതിനിടയിൽ എനിക്കേതോ ഒരു വിഭാഗത്തോട്, ഒരു പ്രശ്നത്തോട്, ഒരു ആളോട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു കാര്യം മുതലെടുത്ത് നടത്തിയിട്ട് അയാൾക്കെതിരെ വേണ്ടാത്ത കുറ്റം ചുമത്തുന്ന സ്വഭാവം അതൊരു വിശ്വാസിക്ക് പാടില്ല. ഇതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ആദ്യമായി നമ്മളെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഅ, നിങ്ങളെ അടുക്കൽ പരസ്പരം ജനങ്ങൾക്കിടയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അതല്ലെങ്കിൽ ഒരു വേണ്ടത്ര നല്ല നടപ്പ് നിലനിർത്താത്ത, ജീവിതത്തിൽ ശൈലി സ്വീകരിക്കാത്ത ഒരാള് നിങ്ങളടുക്കൽ ഒരു വാർത്തയുമായി വന്നാൽ, ഒരു കാര്യം നിങ്ങളെ മുമ്പിൽ അയാൾ വന്നു പറഞ്ഞാൽ, ഒരു വിശ്വാസി ചെയ്യേണ്ടത് അണ്ണാക്ക് തൊടാതെ അത് വിഴുങ്ങുന്നൊരു സ്വഭാവം വിശ്വാസിക്ക് പാടില്ല. നാട്ടുകാർക്കിടയിൽ, സമൂഹത്തിൻ്റെ ഇടയിൽ വേണ്ടത്ര സ്വഭാവശുദ്ധിയിൽ ജീവിക്കാത്ത ഒരാള് നമ്മളോട് വിഷയം വന്ന് പറഞ്ഞാൽ വിശ്വാസി ചെയ്യേണ്ടത്, അല്ലാഹു തആല പറയുന്നു, ഫതബയ്യനൂ,
അണ്ണാക്ക് തൊടാതെ കാര്യം വിഴുങ്ങുന്നതിനു പകരം ആദ്യമായി ആ സംഭവം അയാൾ വന്ന് നമ്മളോട് പറഞ്ഞ കാര്യം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, എന്താണതിൻ്റെ ശരിയും തെറ്റുമെന്ന് അന്വേഷിക്കണം. ഫതബയ്യനൂ, ആ കാര്യത്തിൽ വേണ്ട നിലക്ക് ചർച്ച നടത്തണമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്തിനാണത്? ആ നിലക്കൊരു ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അന്തുസൈബൂ ഖൗമൻ ബിജഹാല, ഒരാളൊരു കാര്യം വന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ കാര്യം അതുപോലെ ഞാൻ ഷെയർ ചെയ്യുന്നതിനു മുമ്പ്, അതല്ലെങ്കിൽ ആ കാര്യം അയാൾ പറഞ്ഞ നിലക്ക് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചർച്ച നടത്തുകയും അന്വേഷിക്കണം ചെയ്യണമെന്ന് പറഞ്ഞതെന്തിനാണ്? അന്തുസൈബൂ ഖൗമൻ ബിജഹാല, എന്റെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും ഒരു അതിക്രമം മൂലമായി, വിവരക്കേട് മൂലമായി ആ ഒരു സമൂഹത്തോട് എന്റെ ഭാഗത്ത് നിന്ന് വേണ്ടാത്ത നിലപാട് സ്വീകരിക്കാതിരിക്കാനാണ്. അന്തുസൈബൂ ഖൗമൻ ബിജഹാല, ഒരു കൗമിന് നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആപത്ത് ഏൽക്കാതിരിക്കാനാണ് അല്ലാഹു തആല പറയുന്നു. അങ്ങനെ നിങ്ങൾ ചാടിക്കുടഞ്ഞ നടപടി സ്വീകരിച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ചാടിയണീച്ച് കാര്യങ്ങൾക്ക് മുതിർന്നു കഴിഞ്ഞാൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്തുപോയ ചില ക്രിയകളുടെ പേരിൽ, ചില പ്രവർത്തനങ്ങളുടെ നടപടികളുടെ മേലിൽ എക്കാലത്തും ഖേദിക്കേണ്ട അവസ്ഥ വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ചു തരട്ടെ. എന്താണ് ഈ ആയത്ത് നമുക്ക് പകർന്നു തരുന്ന സന്ദേശം? പലപ്പോഴും നമുക്കിടയിൽ നടക്കുന്ന വല്ലാത്ത ഒരു വിപത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. ഞാൻ തുടക്കത്തിൽ ആമുഖമായി പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു തആല ഈ ആയത്തിലൂടെ പ്രയോഗിച്ചത് ഇൻ ജാഅകുൻ ഫാസിഖുൻ എന്നാണ്. വേണ്ടത്ര ഒരു നല്ല നടപടി സ്വീകരിക്കാത്ത ഒരാള്, ജീവിതത്തിൽ ഒരു മാന്യതയും മര്യാദയും കാത്തു സൂക്ഷിക്കാത്ത ഒരാള് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന സ്വഭാവം പാടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ, മഹാന്മാരായ പണ്ഡിതന്മാർ അടിവരയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഈ ഫാസിഖ് എന്ന വാക്കും തമ്മിൽ ഒരിക്കലും ചേർത്തി വായിക്കരുത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ബനൂ മുസ്തലത്ത് യുദ്ധം കഴിഞ്ഞ്, സമരം കഴിഞ്ഞ് ആ ഒരു ഭാഗം മുഴുവൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികാരത്തിന്റെ കീഴിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വഴിയെ വന്നപ്പോൾ, ഒരു കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലീദ് ഇബ്നു ഉഖബ എന്ന് പറയുന്നവരെ സകാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ബനൂ മുസ്തലഖ് സമൂഹത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ ഭാഗത്തേക്ക് പറഞ്ഞയച്ചു. അവരുടെ കയ്യിൽ നിന്ന് സകാത്തിന്റെ ഫണ്ടുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞയച്ചു. ഈ പോകുന്ന വലീദ് ഇബ്നു ഉഖബ എന്ന് പറയുന്ന അദ്ദേഹം, മഹാന്മാര് പറയുന്നത് കാണാം, ജാഹിലിയ്യ കാലത്ത് ബനൂ മുസ്തലഖുകാരും ഈ വലീദ് ഇബ്നു ഉഖബയും തമ്മിൽ ചെറിയൊരു ശത്രുത നിലനിന്നിരുന്നു. പഴയ കാലത്ത്, ആ കാലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറയേണ്ടതില്ലല്ലോ. പരസ്പരം തമ്മിലടിച്ച് രക്തം ചിന്തിയിട്ട് പോർവിളി നടത്തിയിരുന്ന സമുദായമായിരുന്നു. അവരെയാണ് മുത്തുനബി വളർത്തിയെടുത്തത്. മദീനത്ത് സ്വഹാബികൾ ചെല്ലുന്ന സമയത്ത്, മുഹാജിറുകൾ ചെല്ലുന്ന സമയത്ത് സ്വന്തം വീടും പറമ്പും വരെ എഴുതി കൊടുക്കാൻ വരെ സ്വഹാബത്തിനെ പ്രാപ്തമാക്കിയ ആ ഒരു ലെവൽ, ഔസ് ഖസ്റജ് രണ്ട് ഗോത്രക്കാര് മദീനയിൽ അന്നേ വരെ ഒരാൾക്കും പരിചയമില്ലാത്ത നിലയ്ക്ക് തമ്മിലടിച്ച വിഭാഗമായിരുന്നു. അവരെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നന്നാക്കിയെടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വലീദ് ഇബ്നു ഉഖബയും ഈ ബനൂ മുസ്തലഖുകാരും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു ശത്രുത. ഈ ശത്രുത നേരത്തെ അവരിൽ ഉണ്ടായിരുന്നതാണ്. മഹാനായ വലീദ് ഇബ്നു ഉഖബ എന്നവർ സകാത്തിന്റെ ഫണ്ട് പിരിക്കാൻ വേണ്ടി അവരെ നാട്ടിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയക്കുമ്പോൾ
ബനൂ മുസ്തലഖുകാർക്ക് വിവരം കിട്ടി, നമ്മുടെ നാട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന്. സ്വാഭാവികമായും ഒരു വലിയ ഉസ്താദ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നാട്ടുകാരൊക്കെ നല്ലോണം ഒരുങ്ങി നിൽക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. വലീദ് ബിൻ ഉഖബയുടെ വരവ് കണ്ടപ്പോ, അവര് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബനൂ മുസ്തലഖുകാർ തീരുമാനിച്ചു അദ്ദേഹത്തെ നല്ല പോലെ സ്വീകരിക്കണം, വേണ്ടതുപോലെ സ്വീകരിക്കണം. ഞാൻ പറയുന്നത് രണ്ടു കൂട്ടരുടെ ഭാഗത്തും പ്രശ്നമല്ല, ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നുപോയതാണ് വിഷയം. അതുകൊണ്ട് ആ ഫാസിഖ് എന്ന വാക്ക് അങ്ങോട്ട് ചേർത്തി വായിക്കരുത് എന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തിയത്. വലീദ് ബിൻ ഉഖബ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് വേണ്ട എല്ലാ നിലക്കുള്ള സ്വീകരണവും കൊടുക്കാനാണ് ആ വിഭാഗം തീരുമാനിച്ചത്. വലീദ് തങ്ങളെ കണ്ട സമയത്ത് അവരിങ്ങനെ ഓടി വരികയാണ്, ഞങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഓരോ വിഭാഗക്കാരിങ്ങനെ മുന്നോട്ട് ഓടി വരുന്നത് കണ്ടപ്പോ വലീദ് എന്നവര് പെട്ടെന്നൊരു തെറ്റിദ്ധരിച്ചു പോയതാണ്. പഴയ കാലത്തുള്ള ആ ഒരു ശത്രുത എന്നോട് അവരിപ്പോഴും മറന്നിട്ടില്ലേ, അവരെന്നെ തല്ലാൻ വേണ്ടി വരികയാണോ എന്നൊരു പേടി മനസ്സിൽ പെട്ടെന്ന് വന്നപ്പോ സകാത്ത് പിരിക്കാതെ അദ്ദേഹം തിരിഞ്ഞിട്ട് മദീനയിലേക്ക് ഓടുകയാണ്. പേടിച്ചോടിയതാണ്. ഇവർ തന്നെ ആക്രമിക്കാൻ വരികയാണോ, തന്നെ പിടികൂടാൻ വരികയാണോ എന്നൊരു പേടിയിൽ പിന്തിരിഞ്ഞു പോയതാണ്. മഹാനായ ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ ഇങ്ങനെ തന്നെ സംഭവം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അദ്ദേഹം പിന്തിരിഞ്ഞ് ഓടി മദീനയിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ സക്കാത്ത് പിരിച്ചിട്ടില്ലേ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ നാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ കിട്ടിയത് ഈ നിലക്കുള്ള വരവേൽപ്പാണ്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ എന്നെ അടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞോടിയതാണ്, ഞാൻ സക്കാത്ത് പിരിച്ചിട്ടില്ല. സംഗതി ആ നാട്ടുകാർ അടിക്കാൻ വന്നതാണോ എന്ന ഒരു ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നുപോയി. ഉടനെ തന്നെ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. ബനൂ മുസ്തലഖിൽ നിന്ന് 2-3 ആളുകൾ അവർ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഞങ്ങളിലേക്ക് അങ്ങയൊരു ദൂതനെ പറഞ്ഞയച്ചിരുന്നു എന്ന് കേട്ടു. ആ ദൂതൻ ഞങ്ങളെ കണ്ടപ്പോഴേക്ക് അയാൾ തിരിച്ചോടിയിട്ടുണ്ട്. സംഗതി എന്താണ്, ഞങ്ങൾക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അഥവാ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കോപത്തിന് ഞങ്ങൾ ഇരകളാകേണ്ടി വരും എന്നതുകൊണ്ട് ഞങ്ങൾ വന്ന് അന്വേഷിച്ചതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കാനൊന്നും തുനിഞ്ഞിട്ടില്ല, വരവേൽക്കാൻ വേണ്ടി പോയതാണ് എന്ന് ബനൂ മുസ്തലഖുകാരും പറഞ്ഞു. സംഗതി ഇവിടെ 2 പ്രശ്നമാണ്. ആദ്യം വന്ന വലീദ് എന്നവർ പറഞ്ഞു, അവരെന്നെ തല്ലാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഓടിയതാണ്. ഇവര് പറഞ്ഞു, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ചെന്നതാണ്, അതിന്റെ പേരിൽ പേടിച്ചോടിയതാണ്. സംഗതികൾ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി കൊടുത്തത്, നബിയേ, അങ്ങനെ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഫതബയ്യനൂ, കാര്യങ്ങൾ തീരുമാനം വരുന്നതിന് മുമ്പ്, ആ ബനൂ മുസ്തലഖുകാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ പോയ വലീദിനെതിരെ നടപടിയെടുക്കുന്നതിന് മുമ്പ് ഫതബയ്യനൂ, കാര്യത്തിൽ നിജസ്ഥിതി അറിയാനൊന്ന് വിശദീകരണം തരണം, അതിനെപ്പറ്റി വിശാലമായ ഒരു ചർച്ച നടത്തണം. അള്ളാന്റെ ഹബീബ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കുന്നു മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, സൈഫുല്ലാഹി ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങളെ നിയോഗിച്ചു. അള്ളാന്റെ റസൂല് രഹസ്യ നീക്കം നടത്തി. ഖാലിദ് തങ്ങളോട് പറഞ്ഞു, കുറച്ച് സ്വഹാബികളുമായി നിങ്ങൾ പോകണം, ബനൂ മുസ്തലഖുകാരെ അറിയാത്ത നിലക്ക് അവരെ നാട്ടിൽ ചെന്ന് നിങ്ങൾ വീക്ഷിക്കണം. അവര് പറഞ്ഞ ഭാഗത്ത് ശരിയുണ്ടോ, അവര് സക്കാത്ത് തരാൻ റെഡിയാണോ, അവര് നമ്മൾ പറയുന്ന ഭാഗത്ത് നിൽക്കാൻ റെഡിയാണോ, അവരെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കണം. കാരണം അവര് പറഞ്ഞത് ഞങ്ങൾ നല്ല നിലക്ക് സ്വീകരിക്കാൻ വന്നതായിരുന്നു എന്നാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ചെന്നു, അവരെ നിരീക്ഷിച്ചു. ദിവസങ്ങളോളം അവരെ നിരീക്ഷിച്ചു. ഖാലിദ് തങ്ങൾക്ക് ബോധ്യപ്പെട്ടു സംഗതി അവർ പറഞ്ഞതുപോലെയാണ്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടെ അവർക്കിടയിലുള്ള ശത്രുതയെല്ലാം മറന്നിട്ടുണ്ട്. ഖാലിദ് തങ്ങൾ അവരെ നിരീക്ഷിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ അവർ നിസ്കരിക്കും. എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ മുമ്പിലുണ്ടാകും. ഒരാളെ സഹകരിക്കാനും സഹായിക്കാനും അവർ മുമ്പിലുണ്ടാകും. നല്ലത് മാത്രമേ അത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അവരിൽ നിന്ന് കണ്ടതുള്ളൂ. ഉടനെ തന്നെ മദീനത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ഒരു സംഭവമാണ് ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കിക്കൊടുക്കാൻ ആധാരമായത്. ഇത് എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ പലപ്പോഴും ബാധിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്, അല്ലേ?
എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നിട്ട് നമ്മളെ മുമ്പിൽ ഇങ്ങനെ പറയാം, പിന്നെ ഇന്നാൾ എന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ മുമ്പിൽ ഒരു കാര്യം ഒരാൾ പറയുകയാണെങ്കിൽ ആ പറയുന്ന വ്യക്തി നമ്മുടെ നാട്ടിൽ അത്ര വലിയ സ്വീകാര്യയോഗ്യനോ അല്ലെങ്കിൽ അയാൾക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ പറയാൻ പോകുന്ന കാര്യം അങ്ങനെ തന്നെ പോക്കറ്റിലേക്ക് ഇടണോ, അങ്ങനെയൊന്നും വിശ്വാസയോഗ്യമല്ലാത്ത ആളാണ്. ആ നിലക്കൊരു വ്യക്തി എന്റെയും നിങ്ങളെയും മുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞാൽ ഒരു വിശ്വാസി ആദ്യമായി അതിന് ചെയ്യേണ്ട വസ്തുത എന്താണ്? ഫതബയ്യനൂ, കാര്യത്തിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണം. അറിയാറില്ലേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, പുതിയ കാലത്ത് ഈ നിലക്കുള്ള വാർത്തകൾ ഒരുപാട് നമ്മളെ മുമ്പിലെത്തും. പ്രത്യേകിച്ച് ഇന്നലെയും നമ്മൾ പരാമർശിച്ച നമ്മളെ സോഷ്യൽ മീഡിയയുടെ രംഗം അത്രയും വിശാലമാണെങ്കിൽ എന്തൊക്കെ വാർത്തകൾ ഒരു ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട്. ആ വാർത്തകൾ കൊട്ടിഘോഷിക്കുന്നതിന് മുമ്പ് ഇതാരാണ് അയച്ചത്, എവിടെ നിന്നാണ് ഇതിന്റെ അസുര്, എന്താണ് ഇതിന്റെ നിജസ്ഥിതി, ഇത് അന്വേഷിക്കലൊരു ബാധ്യതയാണ്. അതില്ലാത്തതിന്റെ പേരിൽ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പലരും. സുബ്ഹാനല്ലാഹ്, മഹാമാനായ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കെതിരെ ഉറഞ്ഞുതുള്ളിയ ഒരു കാലത്ത് അതാ ഫിത്ന മാത്രം പ്രദർശിപ്പിക്കാനും അതുണ്ടാക്കാനും വേണ്ടി ഒന്ന് രണ്ടാളുകൾ പടക്കോപ്പ് നടത്തിയ സമയത്ത് പറഞ്ഞു, ഇന്നാലെ ഇന്ന ആലിമ് ഇന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആലിമ് ഇന്നെ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് മുമ്പിലെത്തിയപ്പോ കൊട്ടിഘോഷിച്ച ചരിത്രം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. ഒരു വിശ്വാസിക്ക് പറ്റാത്ത സ്വഭാവമാണത്. എന്ത് കേൾക്കുകയാണോ ഫതബയ്യനൂ, അതിനെപ്പറ്റി നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുമ്പിലെത്തുന്ന കാര്യം, നമ്മൾ കേട്ട കാര്യം, അറിഞ്ഞ കാര്യം മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് കേൾക്കേണ്ട വചനമെന്താണ്? ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. നാടൻ ഭാഷയിൽ, മലപ്പുറം ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുത്തോടണ്ട, ആദ്യം കാള പ്രസവിക്കോ എന്ന് ചിന്തിച്ചിട്ട് പോയാൽ മതി. കാള പെറ്റു എന്ന് പറയുമ്പോഴേക്ക് ചാടിക്കൊടഞ്ഞു പോകണ്ട. എത്ര ദുരന്തങ്ങളാ അല്ലാഹു തആല പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് നടപടിയെടുക്കുമ്പോഴേക്ക് അതിന്റെ പേരിൽ എത്ര ഭവിഷ്യത്തുകളാണ് വരുന്നത്. നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കും, പെട്ടെന്നെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, ആ തീരുമാനം പിന്നെ വേണ്ടില്ലായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെടും. വല്ലാത്ത സങ്കടങ്ങൾ നിലനിൽക്കുന്ന സംഭവമായി തീരും. മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഔലിയാക്കളെ കൂട്ടത്തിൽ തിളങ്ങി നിൽക്കുന്ന മുഖമാൻ ഇബ്രാഹിം ഇബ്നു അദ്കം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. മഹാനവറുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏത് കാര്യങ്ങൾ ഒരാളോട് നമ്മൾ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ്, ഒരാൾക്കെതിരെ നമ്മൾ കയർത്ത് സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവം ഒന്ന് അന്വേഷിക്കൽ നല്ലതാണ്. മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ് അല്ലേ. നമ്മുടെ വീട്ടിന് അന്തരീക്ഷത്തിലൊക്കെ ഒന്ന് കയറി നോക്ക്. എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് പുരയിലുണ്ടാകുകയാണ്, സുബ്ഹാന ജല്ല ജലാലു, നോമ്പ് തുറക്കാനിരിക്കുന്ന ഒരു ബാപ്പ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ച കറി, ആ കറിയിൽ നമ്മളെ പെണ്ണുങ്ങൾ ഉപ്പിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു, ആ നോമ്പ് തുറക്കാൻ നേരത്തെ ആ പാവം പെണ്ണിന്റെ പുറം കയറുന്ന എത്ര ആളുകളുണ്ട്. ആ സമയത്ത് ഒന്ന് ചിന്തിക്കണ്ടേ, എങ്ങനെയാണ് ഇതിൽ ഉപ്പ് കയറിയത്, ഉപ്പ് അധികമാകാൻ കാരണം? എൻ്റെ പെണ്ണുങ്ങൾ നോമ്പ് നോറ്റതാണല്ലോ, അവൾക്കൊന്ന് ഉപ്പ് നോക്കാനുള്ള വകുപ്പുണ്ടായിട്ടില്ലല്ലോ, രുചി നോക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊന്ന് ആദ്യം ചിന്തിച്ചിട്ട് നടപടിയെടുക്കുകയാണെങ്കിൽ അതത്ര സങ്കടാകൂല. ആ സമയത്ത് കണ്ടോ നിങ്ങൾ, നാക്കിന്റെ അഡ്രസ്സ് പോലും നഷ്ടപ്പെട്ട്, എല്ലാ പരിധിയും നഷ്ടപ്പെട്ട് എന്തൊക്കെ ചീത്ത പറയുന്നവരുണ്ട്, ഏതൊക്കെ നിലയ്ക്ക് തെറി പറയുന്നവരുണ്ട്. അതിനു മുമ്പ് ചെറിയ ഒന്ന് അന്വേഷിച്ചാൽ പോരെ എന്താ സംഗതി നടന്നത്. ബാപ്പയോ ഉമ്മയും മരുമക്കളും എല്ലാവരും കൂടെ ജീവിക്കണ വീട്ടിലാണെങ്കിൽ ചിലപ്പോ നമ്മളെ ഭാര്യ കറിയിൽ ഉപ്പിടുന്നതിന് മുമ്പ് അവളറിയാതെ ഉമ്മിട്ട് പോയിട്ടുണ്ടാവും. അതിന്റെ പേരിലായിരിക്കും പിന്നെ ഉപ്പ് കൂടുന്നത്. സംഗതി എന്താ? ഒന്നുമില്ല. ഒന്ന് അന്വേഷിച്ചാൽ കഴിഞ്ഞു. ഫതബയ്യനൂ, നിങ്ങൾ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണേ.
ഷഫീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചു തരാൻ മഹാനവറുകളെ ഭാര്യയിലൂടെ തന്നെ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത് എപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കുന്ന മുസീബത്തായത് കൊണ്ടാണ്. ഷഫീഖുൽ ബൽഖി തങ്ങൾ അങ്ങാടിയിൽ പോയി വരുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സുമായി തിരിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് ഭാര്യന്റെ കയ്യിൽ കൊടുത്തു. അവളിത് മുറിച്ചു നോക്കുന്ന സമയത്ത് ഉള്ളിലെ കേടാണ്. ബത്തക്ക വാങ്ങിയപ്പോ ഉള്ളിൽ കേടാണെന്നർത്ഥം. സുബ്ഹാന ജല്ല ജലാലു, ഈ പെണ്ണിനെ ഇങ്ങോട്ട് റൈസാക്കാൻ തുടങ്ങി. ഈ പെണ്ണ് ചൂടായി ഷഫീഖ് തങ്ങളോട് വല്ലാതെ കയർത്ത് സംസാരിച്ചു. അത് ആണിനും പെണ്ണിനൊക്കെ ഉള്ള സ്വഭാവമാണ്. വല്ലാതെ കയർത്ത് സംസാരിച്ചു. അത് പരിധി വിട്ടിട്ട് ചൂടായി. ആ സമയത്ത് ഷഫീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടിരുന്ന് ചിരിച്ചു. കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് മൂപ്പര് ചോദിച്ചു, അല്ല ഈ പെണ്ണിനെ ചൂടായത് ഈ ആരോടാണ് ചൂടായത്? ഈ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന എന്നോടാണോ? അല്ല ഈ ഫ്രൂട്ട്സ് വിറ്റ കടക്കാരനോടാണോ? അല്ല ആ കടക്കാരൻ വാങ്ങിക്കൊണ്ടത് കൃഷി ചെയ്ത മുതലാളിനോടാണോ? ആരോടാപ്പ ചൂടായത്? എന്തിനാപ്പ ചൂടായത്? ആരും അറിയില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു വത്തക്ക കേടുണ്ടോ എന്ന്. ഇപ്പൊ കടക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾ ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളാണോ? സംഗതി ഒന്ന് അന്വേഷിക്കണ്ടേ, ഒന്ന് പഠിക്കണ്ടേ, ഒന്ന് വിലയിരുത്തണ്ടേ? നീ എന്തിനാണ് എന്നോട് കയർത്ത് സംസാരിച്ചത്? ആരോടാണ് നീ ദേഷ്യപ്പെട്ടത്? അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട് മഹാനവറുകൾ. കൊണ്ടുവന്ന ഞാനാണോ ഇത് കേടുവരുത്തിയത്? ഇത് വിൽപ്പന നടത്തിയ ആളാണോ കേടുവരുത്തിയത്? അല്ല, ഇത് കൃഷി ചെയ്തവനാണോ ഇത് കേടുവരുത്തിയത്? എന്തിനാണ് ഇതിന്റെ പിന്നാലെ ഓടിയിട്ട് നീ വെറുതെ എന്നെ തെറി വിളിച്ചത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര വലിയ സത്യാണ്. ഫതബയ്യനു, എന്ത് കാര്യം മുന്നിലെത്തുകയാണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കൽ നിർബന്ധമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്ന ഹദീസ് നമ്മൾ ശരിക്ക് പഠിക്കണം. അത്തബയ്യുനു മിനല്ലാഹ് വൽ അജലതു മിനശ് ശൈത്താൻ. ഈ ഒരു കാര്യം മുഅ്മിനിന്റെ അടിയാധാരായി മാറണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അത്തബയ്യുനു മിനല്ലാഹ്, എന്ത് കാര്യം വന്നാലും അതിനെപ്പറ്റി അന്വേഷണം നടത്തുക, അത് പഠിക്കുക, വിലയിരുത്തുക എന്ന് പറയുന്നത് അത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഒരു മുഅ്മിനായ ആള് സ്വീകരിക്കേണ്ട സ്വഭാവമാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അല്ലാഹു തആല പഠിപ്പിച്ച നല്ല നല്ല ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. അതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്. അതിൽപ്പെട്ടതാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത വന്ന് പറയുമ്പോ അത് നമ്മൾ പെട്ടെന്ന് അങ്ങാട്ട് തൊടാതങ്ങ് വിഴുങ്ങുന്നതിനു പകരം ഇതിന്റെ ഹഖീഖത്ത് എന്താണ്, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതൊന്ന് അന്വേഷിക്കണം. അത്തബയ്യനു മിനല്ലാഹ്, കാര്യങ്ങളൊന്ന് ചർച്ച നടത്തല് അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സ്വഭാവമാണ്. എന്നാൽ വൽ അജലതു മിനശ് ശൈത്താൻ, കാര്യങ്ങൾക്ക് ധൃതി പിടിച്ചിട്ട് ഓടുക, കേട്ടുപാടി കേട്ടാർത്ഥവാദി എന്ന് പറഞ്ഞതുപോലെ ഓടിച്ചാടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത്, ധൃതി പിടിക്കുക എന്നുള്ളത് വൽ അജലതു മിനശ് ശൈത്താൻ. മറ്റൊരു ഹദീസിൽ നമുക്ക് വായിക്കാം, വത്തഅന്നി മിനല്ലാഹ്, സാവകാശത്തോടെ കൈകാര്യം ചെയ്യ ഒരു വിഷയം. ചാടിക്കൊടഞ്ഞു വീഴാൻ അത് തീരുമാനിക്കുന്നതിന് പകരം ചില ആളുകൾക്ക് അങ്ങനെ ഒരു പിടിമാശ ഉണ്ടാകും. ഞാൻ പറഞ്ഞതേ എൻ്റെ നാട്ടിൽ നടക്കാൻ പറ്റുള്ളൂ, ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലേ? നേരെ മറിച്ച് കാര്യങ്ങളൊന്ന് സാവകാശമാക്കിയിട്ട് ഭംഗിയാക്കി നിർവഹിച്ചാൽ അത് മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നൊരു വിശ്വാസി പഠിക്കേണ്ടതാണ്. എന്നാൽ ധൃതിയിൽ ഒരു കാര്യം ചാടിക്കൊടഞ്ഞ് ചെയ്യുക എന്നുള്ളത് അത് പിശാചിന്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന സ്വഭാവമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇൻ ജാഅകുൻ ഫാസിഖും ബിനബഅ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആദ്യം അല്ലാഹു തആല വിളിച്ചു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ നിങ്ങൾ ജാഗരൂകരാകണം. ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് ചാടിക്കുടഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽക്കരുത്, നിങ്ങൾ ജാഗരൂകരാകണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ പറഞ്ഞത് സർവ്വവിധ ഫിത്നക്കാർക്കും ബാധകമാണ്. ഇൻ ജാഅകും ഫാസിഖുൻ എന്ന് പറഞ്ഞാൽ ഏത് ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, എവിടെ ആര് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അവർക്കൊക്കെ ബാധകമാണ്. അതുകൊണ്ട് ആര് നിങ്ങളെ മുമ്പിൽ വന്നാലും വിശ്വാസി ചെയ്യേണ്ടത് ഫതബയ്യനു. ഇതെന്തിനാണ് അല്ലാഹു തആല പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, വിശ്വാസിയുടെ മുമ്പിൽ വന്നിട്ട്
സാധാരണ മറ്റൊരാളെ മുമ്പിൽ ചെന്നിട്ട് ഒരു കാര്യം പറയുന്നത് പോലെ പറയാൻ ഒരൊറ്റ ഫിത്നക്കാരനും ധൈര്യമുണ്ടായി പോകരുത്. ഇതിനാണ് അല്ലാഹു തആല ഈ ആയത്ത് വിശദീകരിച്ചത് എന്ന. സാധാരണ നമ്മളെ നാട്ടിൽ ചില മാറ്ററുകളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിലും ചിലവാകും അല്ലേ. ചില ആളുകൾക്ക് അത് തന്നെ ഒരു പണി ഉണ്ടാവും. രാവിലെ തന്നെ കട്ടൻ ചായ പോലും കുടിക്കാതെ വന്നിരുന്നിട്ട് പീഡിയ കൊലായ്മ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ബടായി അങ്ങോട്ട് പാസ്സാക്കും. പിന്നെ നാട്ടുകാരത് മുഴുവനും ഏറ്റുപിടിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനെ ഏറ്റുപിടിക്കാൻ ഇയാളെ ബടായി കേൾക്കാനായിട്ട് മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളുണ്ടാവും. ഈ ഒരു ലെവലിലേക്ക് ഒരു വിശ്വാസി അധപ്പതിച്ചുകൂടാ. നേരെ മറിച്ച് എല്ലാവരുടെ മുമ്പിലും ചെന്ന് പറയുന്നത് പോലെ ഒരു മുഅ്മിനിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ആദ്യമായി അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിക്കാൻ കാരണം. വിശ്വാസികളെ, നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ഏത് ഫിത്നക്കാരി എന്ത് ചെയ്താലും ആദ്യമായി ചെയ്യേണ്ടത് ഫതബയ്യനൂ, നിങ്ങളൊന്ന് ചർച്ച നടത്തലാണ്. അപ്പൊ ഒരു കാര്യവുമായി നിങ്ങളെ മുമ്പിൽ വരുന്ന ആൾക്കൊരു പേടി ഉണ്ടാവും, ഇവന്റെ മുമ്പിൽ ഇത് ചെലവാകൂല, എന്റെ ഈ ബട ഇവന്റെ മുമ്പിൽ ചെലവാകൂല, ഇവൻ നിജസ്ഥിതി അന്വേഷിച്ചിട്ടേ കാര്യങ്ങൾ വിലയിരുത്തൂ, ഞാൻ പറയുന്നത് പോലെ ഇവൻ കേട്ടുകൊള്ളണമെന്നില്ല എന്ന ഒരു പേടി അവന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ തന്നെ ആയത്ത് പഠിപ്പിക്കാൻ കാരണമെന്ന് മഹാന്മാര് നമ്മളെ വിശദീകരിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതെന്താ? അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങളുടെ ഒരു അജ്ഞത കാരണം, നിങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച കാരണം കൊണ്ട് ഒരു പക്ഷേ അതൊരു ടീമിന്റെ നാശത്തിന് വരെ കാരണമാകും. വേണ്ടാത്ത ഒരുപാട് നടപടികൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു വിഭാഗത്തോടോ ഒരു നാടിനോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ നിങ്ങൾ നടത്തുന്ന അതിക്രമമായി തീരും. അതിന്റെ പേരിൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ പേരിൽ ഒരുപാട് കാലം ഖേദിക്കേണ്ടി വരും. ആ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ ഒരുപാട് കാലം ഖേദിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുക, ഞാനും നിങ്ങളൊക്കെ കുടുംബപരമായി ജീവിക്കുന്നവരാണ്. അല്ലാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ ഐശ്വര്യം പ്രദാനം ചെയ്തു തരട്ടെ. പലപ്പോഴും ആണുങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാനേ അവരെ കിട്ടുള്ളൂ. വീടിന്റെ ഗ്രഹനാഥെന്ന് പറഞ്ഞ നാട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി അവസാനം ഒന്നാകെ കലങ്ങി മറിഞ്ഞ് തീരുമാനം പറയാനാണ് പുരക്കാരനെ കിട്ടുക. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാലം കറങ്ങിയിട്ട് പല പ്രശ്നങ്ങളും നടക്കും. ഉദാഹരണത്തിന് പെണ്ണ് എന്ന് പറയുന്ന വിഭാഗം, അത് എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും എല്ലാവരും പെണ്ണാണ്. പെണ്ണ് എന്ന് പറയുന്ന വിഭാഗത്തിന് അവർക്ക് നേരത്തെ നമ്മൾ പഠിച്ചതും അറിഞ്ഞതും പോലെ ജന്മനാ തന്നെ ചില പ്രത്യേക വശീകരണ ശക്തികളും കാര്യങ്ങളും ഉള്ളവരാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മോനൊരു മോളെ കെട്ടി ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. ആ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കണേനടക്കാൻ ഉമ്മാന്റെ മനസ്സിലൊരു സംശയം വരുന്നേ. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ മോന് കെട്ടിയ മോളെ പെണ്ണിനെ പറ്റി എൻ്റെ ഭാര്യയുടെ മനസ്സിലൊരു സംശയം വരികയാണ്. ഓഹ്, ഇവനിപ്പോൾ ഒരു പുതിയ പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ നമ്മളോടുള്ള പഴയ സ്നേഹമൊന്നും വരില്ല അല്ലേ, നമ്മളൊന്നും പറ്റൂല എന്ന ഒരു സംശയം ഉമ്മാന്റെ മനസ്സിൽ വന്നാൽ സുബ്ഹാന ജല്ല ജലാലു, ഉമ്മാനെ പറഞ്ഞിട്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ആരെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ആയത്ത് വിശദീകരിച്ച് മഹാന്മാര് പറയുന്നത് ഇത് മുഅ്മിനീങ്ങൾ പഠിക്കേണ്ട സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഉമ്മ വിഷയം ഉണ്ടാക്കി, പിന്നെ ഉമ്മ ചെയ്യുക പ്രശ്നം എന്താ? എൻ്റെ ഭാര്യ ചെയ്യുന്ന പ്രശ്നം എന്തായിരിക്കും? ഈ മരുമോൾക്കെതിരെ എന്തെങ്കിലും കുറ്റം ആരോപിക്കാനുണ്ടോ അല്ലേ എന്നിങ്ങനെ നോക്കി നടക്കുക ചെയ്യാം. സുബ്ഹാന ജല്ല ജലാലു, അതിൻ്റെ പേരിൽ വല്ലാതെ കണ്ണുനീർ വാഴ്ക്കുന്ന കുടുംബങ്ങൾ എത്രയാണ്. അള്ളാഹു എല്ലാവരെയും നന്നാക്കി കൊടുക്കട്ടെ. ദേഷ്യം പിടിച്ചിട്ട് സുബ്ഹാന ജല്ല ജലാലു ഒരു അമ്മായിമ്മ മരുമോൾക്കെതിരെ കണ്ടെത്തിയ കുറ്റം എന്താണെന്നറിയാം? റോഡ് സൈഡിലുള്ള വീട്, ആ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ എപ്പോഴും നാട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരുന്ന വീടാണ് വർത്താനം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ. ഈ മരുമോൾക്ക് അതത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെ കയറി വരും. അതെന്താ ഒരു ഓപ്പൺ ഡോർ പോളിസിയോ? നമ്മളെ വീട് അതത്ര വലിയൊരു ഇഷ്ടമുള്ള പ്രവർത്തനമൊന്നും അല്ല. അങ്ങാടിയിൽ റോഡ് സൈഡിലൂടെ 4 ആള് പോകുമ്പോൾ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇതാണ് ഇപ്പം മരുമോള് ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിൽ കലങ്ങിക്കിടക്കുന്ന, വല്ലാതെ സങ്കടത്തിൽ കിടക്കുന്ന ഒരു കുടുംബം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാ വിഷയത്തിലും ഫത്ഹ് നൽകി കൊടുക്കട്ടെ. മനസ്സുകൾ അല്ലാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. എന്താ പ്രശ്നം? ഈ ഉമ്മാന്റെ ബുദ്ധി പ്രവർത്തിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയിൽ കടിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലൂടെ നമ്മൾ വരും. അല്ലാഹു തആല അതെല്ലാം ഈ 3-4 ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില ആളുകൾക്ക് ചില ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ?
എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഒരു നോട്ടുകെട്ടൊക്കെ മറ്റേ ഭാഗത്തുനിന്ന് ഇങ്ങനെ കിട്ടുമെന്ന് കണ്ടാൽ അവിടെ ആ ഭാഗം ചേർന്ന് ഇങ്ങനെ നിന്ന് കൊടുത്തിട്ട് സംസാരിക്കാൻ വല്ലാത്ത താല്പര്യ ചില ആളുകൾക്ക്. അള്ളാഹു താല നമ്മളോട് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കരകയറ്റി തരട്ടെ. ഈ മരുമോളെ കുറ്റും കുറവും കണ്ടെത്താൻ ഈ ഉമ്മ ഇങ്ങനെ നടക്കും. എന്ത് കണ്ടാലും അത് ഉമ്മ അവിടെ റെഡിയാക്കി വെക്കും. അത് ശൈത്താൻ ഇങ്ങനെ കളിക്കാൻ. സുബ്ഹാന ജല്ല ജലാലു. പിന്നതാ ഒരു ദിവസം നമ്മളെ ചെവിയിലെത്തിത്താ ഇന്ന പ്രശ്നം കിട്ടാ, ഇന്ന പ്രശ്നമുണ്ട്. ഇതായിട്ട് കേൾക്കുമ്പോഴേക്ക് ഇയാൾക്ക് അങ്ങോട്ട് റൈസാകാണ്. കാരണം എന്താ, ഈ പെണ്ണ് ഒരുപാട് കാലം ഇയാളെ കൂടെ താമസിച്ചതാണ്. ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പതാ ഒരു പ്രശ്നം പറയുമ്പോ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്നും ഇല്ലാതെക്കൂലട്ടോ എന്ന് പറഞ്ഞിട്ട് കുടുംബനാഥനായ വീട്ടുകാരനായ നമ്മൾ ചാടിക്കൊടഞ്ഞിട്ട് കാര്യങ്ങൾക്ക് തീരുമാനം പറഞ്ഞാൽ അവിടെ നമ്മൾ തടകുടഞ്ഞെന്ന് വെച്ചിട്ട് അണ്ണാക്ക് തൊടാതെ നമ്മളെ കെട്ടിയോള വർത്താനങ്ങൾ മുന്നിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കലങ്ങിപ്പോകുന്നത് ഒരു പെണ്ണിന്റെ ജീവിതമായിരിക്കുമെന്ന് നമ്മൾ മറക്കണ്ട. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു, നേരെ മറിച്ച് ഫതബയ്യനു. ഒരു സൽ സ്വഭാവമുള്ള ആളാണോ, ഒരു നല്ല മനുഷ്യനാണോ നിങ്ങൾ ചെയ്തു പോയ, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന്റെ പേരിൽ പിന്നീട് സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ, പിന്നീട് ഖേദിക്കാതിരിക്കണമെങ്കിൽ ഫതബയ്യനു, കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം, എന്നിട്ട് തീരുമാനിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു തആല പറയാൻ കാരണം, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അത് നിങ്ങൾ നേരെ സ്വീകരിച്ച് അത് നാലാളെ മുമ്പിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. അല്ലാഹു തആല പറയാൻ വഅലമു, ഒരാൾ നിങ്ങളോട് വന്നിട്ട് ബനൂ മുസ്തലഖുകാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവർ ഞങ്ങളെ അടിക്കാൻ വന്നപ്പോ ഞാൻ ഓടിയതാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കണ്ട. ഇഅ്ലമു, അറിഞ്ഞോളൂ, അന്ന ഫീകും റസൂലല്ലാഹ്, തീർച്ചയായും കാര്യങ്ങൾ നേരത്തെ അറിയുന്ന ഒരു പ്രവാചകന് നിങ്ങൾക്കിടയിലുണ്ട്. മഹാന്മാർ ഈ ആയത്ത് വിശദീകരിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നത്, കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ ഇഅ്ലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങൾക്കതിനെപ്പറ്റി വിശദീകരിച്ചു തരാനും കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റിയ ദൂതന്മാര് നിങ്ങളിലുണ്ടാകും. അല്ലാഹു തആല പറയാൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കബളിപ്പിച്ച് ഒന്നും നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. മുത്തുനബി നേരിട്ട് നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല ശേഷം പറയുന്നത്, ലൗ യുതീഉകും ഫീ കസീരിൻ മിനൽ അംർ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അല്ലാഹുവിന്റെ റസൂൽ വഴിപ്പെട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം ഒരാൾ പറയുമ്പോഴേക്ക് ആ പറയുന്ന ആളെ വർത്തമാനം കേട്ട് നമ്മൾ അതിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല പറയാനുള്ള അനിത്തും അക്കാരണമായിട്ട് നിങ്ങൾ കുറ്റക്കാരായി മാറും. ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് അത് നേരെ നമ്മൾ അതിന് അതിന് ഏടി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അനിത്തും അതിന്റെ പേരിൽ നിങ്ങൾ കുറ്റക്കാരായി തീരും. അല്ലാഹു തആല പറയുന്നു, പക്ഷേ ഇതല്ല ഒരു യഥാർത്ഥ വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ട സ്വഭാവം. നേരെ മറിച്ച് വലാകിന്നല്ലാഹ്, അല്ലാഹു തആല പറയാൻ, എന്ത് കേൾക്കുകയാണെങ്കിലും എന്തറിയാണെങ്കിലും എവിടെ പഠിക്കുകയാണെങ്കിലും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട സ്വഭാവം വലാകിന്നല്ലാഹ്, പക്ഷേ അല്ലാഹു തആല ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും. അല്ലാഹു തആല പറയാൻ, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നാട്ടിലെ മറ്റാരെയും പോലെയല്ല. നിങ്ങൾക്ക് ഈമാൻ എന്നൊരു പ്രത്യേക പ്രകാശം അത് നിങ്ങളെ മനസ്സിൽ തന്നിട്ട് അതിനോട് നിങ്ങളെ കോർത്തിണക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈമാനുള്ളൊരു മുഅ്മിനിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ആ ഒരു ഈമാനിനനുസരിച്ച് പ്രവർത്തിക്കലാണ്. ഈമാൻ എന്ന പ്രകാശം നമ്മുടെ മനസ്സിൽ അല്ലാഹു ഇനിയും വർദ്ധിപ്പിച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു തആല പറയാൻ, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാൻ എന്ന പ്രകാശം അല്ലാഹു തആല പ്രത്യേകം നിങ്ങളിലേക്ക് പൊരുത്തം നൽകിയിട്ട് തന്നതാണ്. മാത്രമല്ല വസയ്യനഹു ഫീ ഖുലൂബികും, അത് നിങ്ങളെ ഹൃദയത്തിൽ നല്ലോണം ശോഭിപ്പിച്ചു നിർത്തിയവൻ അല്ലാഹുവാൻ. അതോടൊപ്പം വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, അല്ലാഹു തആല പറയുന്നു, ഒരു ഭാഗത്ത് ഈമാൻ നിങ്ങൾക്ക് തന്നു,
ആ ഈമാനിനനുസരിച്ച് തിളങ്ങുന്ന ഹൃദയവും നിങ്ങൾക്ക് തന്നു, നല്ല നല്ല പ്രവർത്തനവും തന്നു കഴിഞ്ഞാൽ അതോടൊപ്പം പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നതാണ് വകറഹ ഇലൈക്കുമുൽ കുഫ്ര. ഒരു ഭാഗത്ത് ഈമാൻ തിളങ്ങി നിൽക്കുന്ന ഹൃദയത്തിനുണ്ടാകേണ്ട മറ്റൊരു വിശേഷണമാണ് കുഫ്രിയത്തിനോടുള്ള വല്ലാത്ത അലർജി. അല്ലാഹു തആല ആ ഒരു നിലക്കുള്ള മനസ്സ് തന്നെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കുഫ്രിയത്തിനോടുള്ള വല്ലാത്ത ഒരു ദേഷ്യവും ഒരു വിദ്വേഷവും അതാണ് ഉണ്ടാകേണ്ടത്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര. കുഫ്രിയത്തിന് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ഈമാനുള്ള വിശ്വാസിക്ക് പറയാൻ പറ്റൂല, അതുണ്ടാകാൻ പറ്റൂല. വകറഹ ഇലൈക്കുമുൽ കുഫ്ര. കുഫ്രിയത്തിന് നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വെറുപ്പ് അല്ലാഹു തആല ഇട്ട് തന്നിട്ടുണ്ട്. വൽ ഫുസൂഖ. അതോടൊപ്പം തന്നെ ഈ തോന്നിയാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. വൽ ഇസ്യാന. അതുപോലെ തന്നെ അരുതായ്മകൾ ചെയ്യുന്നതിനോടുമുള്ള ഒരു വെറുപ്പ് അല്ലാഹു നിങ്ങളെ മനസ്സിൽ ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയവരാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. ഉലൈക ഹുമുർ റാഷിദൂൻ. അവരാണ് എന്നും സത്യമാർഗത്തിലുള്ളവര്. മറ്റുള്ളവരെ വഴി നടത്താനും സ്വന്തം ശരീരത്തെ വഴി നടത്താനും അവസാനം വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറി ചെല്ലാനും പറ്റുന്നവര് ഈ വിശേഷണമുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്താണ് അള്ളാഹു തആല ഇവിടെ നമ്മളോട് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത്? ഒരു കാര്യം നിങ്ങൾ കേൾക്കുമ്പോഴേക്ക് ആ കാര്യം കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് നിങ്ങൾ ചാടിക്കുടഞ്ഞു പോകരുത്. നേരെ മറിച്ച് അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യമാണ് കാര്യത്തെപ്പറ്റി അന്വേഷിച്ചിട്ട് വിലയിരുത്തണം എന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് എന്താണത് പറഞ്ഞു തരുന്നത്? കാരണം നിങ്ങൾ എന്ത് കേട്ടിട്ട് പ്രചരിപ്പിക്കുകയാണെങ്കിലും അറിയേണ്ടത് ഇഅ്ലമു അന്ന ഫീകും റസൂലല്ലാഹ്. ഈ കാര്യങ്ങൾ തികച്ചും ബോധ്യമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് ശരിക്ക് പഠിച്ചിട്ടേ പറ്റുകയുള്ളൂ. കാരണം അള്ളാഹു നിങ്ങളെ ഹൃദയത്തിൽ ഈമാന് തന്നിട്ടുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം ആ ഈമാനിനനുസരിച്ചുള്ള തിളക്കമുള്ള മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഈമാനിനെ നിങ്ങൾ അംഗീകരിച്ചത് നിങ്ങളെ നാക്കുകൊണ്ടാണ്. അതോടൊപ്പം ആ നാക്കുകൊണ്ട് അംഗീകരിച്ച ഈമാനിന് നിങ്ങൾ ശോഭ കൊടുക്കുന്നത് നിങ്ങളെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത് മൂന്നും അല്ലാഹു തആല കൊടുത്ത ഒരു മനുഷ്യന് പിന്നീട് ഒരു വാക്ക് കേൾക്കുമ്പോഴേക്ക് അത് പ്രചരിപ്പിക്കാനോ അത് കൊണ്ടുപിടിക്കാനോ ഒരു വിശ്വാസിക്ക് കഴിയില്ല. എന്താ മഹാന്മാർ ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്? 3 കാര്യങ്ങൾ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ അനുഗ്രഹമായി തന്നതാണ്. അല്ലാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. 3 കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നതാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അറിയണം. എന്താ? ഇന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം, ഒന്ന്, ഈമാൻ എന്ന് പറയുന്ന പ്രത്യേക പ്രകാശം കൊണ്ട് ആദ്യം നമ്മുടെ മനസ്സിനെ അല്ലാഹു തആല അലങ്കരിച്ചു. നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല അലങ്കരിച്ചു. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രം ഈമാനിന്റെ വെളിച്ചം പോരാ. അയാളുടെ മനസ്സിലാക്കാനും ഉൾക്കൊണ്ടതിനു ശേഷം രണ്ടാമത് അയാൾ നടത്തേണ്ടത് അയാളുടെ നാക്കുകൊണ്ടുള്ള സമ്മതമാണ്, നാക്കുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. ആ ഒരു വല്ലാത്ത കാര്യം കൊണ്ടും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചതാണ്. അള്ളാഹുവിനെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം നടത്താൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കുന്ന പ്രഖ്യാപനം നടത്താൻ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമതായി അല്ലാഹു തആല നമ്മളോട് പറയുന്നത് ആ 2 കാര്യങ്ങൾക്കും കൂടെ നിങ്ങൾ ആ ഈമാനിനെ പ്രകാശം കൊടുക്കേണ്ടതാണ്. വഅമലുൻ ബിൽ അർക്കാൻ. നിങ്ങളെ അവയവങ്ങൾ കൊണ്ട്, ശരീരം കൊണ്ട് നല്ലോണം അമല് ചെയ്തിട്ട് ആ ഈമാനിന് ശോഭ വർദ്ധിപ്പിക്കുക എന്ന പ്രവർത്തനം. ഇത് 3ഉം എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ അല്ലാഹു തആല തന്നിട്ടുണ്ടോ? ആ തന്ന കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റാണ് തൊട്ടപ്പുറത്ത് അല്ലാഹു തആല ഈമാനുള്ള ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട വെറുപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽനാ മിനർ റാഷിദീൻ എന്ന് സാധാരണ ദുആകളൊക്കെ ഉസ്താദുമാര് പ്രഖ്യാപിക്കാറില്ലേ? അല്ലാഹുമ്മ സയ്യിൻ ഫീ ഖുലൂബിനാ എന്ന് പറഞ്ഞിട്ട് ദുആക്കുമ്പോൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു തആല പറയാൻ ആദ്യം 3 കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടോ? പിന്നീട് അതിന് നേരെ വിപരീതമായി വരുന്ന 3 കാര്യങ്ങളാണ് ഈമാനുള്ള വിശ്വാസിക്കുണ്ടാകേണ്ടത്. വകറഹ ഇലൈക്കുമുൽ കുഫ്ര. ആദ്യമായി കുഫ്രിയത്തിനോട് നിങ്ങളുടെ മനസ്സിലൊരു വെറുപ്പ് അല്ലാഹു തആല ഇട്ടു തന്നു. അത് അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ. രണ്ടാമത്തത് ഉണ്ടാകേണ്ടത് വൽ ഫുസൂഖ്.
കുഫ്രിയത്ത് എന്ന് കടന്നു വരുന്നത് എവിടെയാണ്? അത് ഈമാനാകുന്ന കൽബിലേക്ക് പ്രകാശിച്ചോ പ്രകാശത്തിന്റെ ആ കൽബിലേക്ക് കടന്ന പ്രകാശത്തിന്റെ ഓപ്പോസിറ്റാണ് കുഫർ. അപ്പൊ ഹൃദയത്തെ ബാധിക്കുന്ന ഈമാനിനെ തകർക്കാൻ വരുന്ന കുഫർ, ആ കുഫർ ഹൃദയത്തെ ബാധിക്കുന്നതാണ്. അതൊരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അതിനാണ് വകറഹയിലേക്കുമുൽ കുഫ്ര എന്ന് ആദ്യം എണ്ണിയത്. രണ്ടാമത് ഈമാനിന് ശോഭയേകാൻ നമ്മൾ കൊടുത്തതെന്താണ്? നമ്മുടെ നാക്കുകൊണ്ടുള്ള അംഗീകാരമാണ്. അതുകൊണ്ട് നാക്കുകൊണ്ട് അത് പ്രഖ്യാപിച്ച ഒരു വിശ്വാസിയുടെ നാക്കിലൂടെ ഇനി അസംബന്ധങ്ങൾ കടന്നു വരരുത്. അതുകൊണ്ടാണ് അല്ലാഹു തആല വൽ ഫുസൂഖ്, തോന്നിയാസങ്ങൾ പറയുന്ന സ്വഭാവം ഉണ്ടാകുക. തോന്നിയാസങ്ങൾ പറയുന്നതിനാണ് വൽ ഫുസൂഖ് എന്ന് അവിടെ പ്രയോഗിച്ചത് എന്ന് മഹാന്മാര് അടിവരയിട്ട് എഴുതി വെച്ചത് കാണാം. ആ തോന്നിയാസത്തിൽ ഏറ്റവും വലിയ തോന്നിയാസമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് ഒരാളെ മുമ്പിൽ പ്രചരിപ്പിക്കുക. ആ ഒരു കാര്യം ഇല്ലാത്ത കാര്യം കൊണ്ടുവന്നിട്ട് ആനക്കാര്യമായിട്ട് ഇയാളെ മുമ്പിൽ പ്രചരിപ്പിക്കുക. അതിനാണ് ഫുസൂഖ് എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതും ഒരു വിശ്വാസിക്ക് പാടില്ല. മൂന്നാമത്തതെന്താ? നമ്മൾ ഈമാനിനെ തിളക്കമേകിയത് ഇത് രണ്ടോടുകൂടെ മൂന്നാമത് ചെയ്തത് നമ്മുടെ ശരീരം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതാണ്. അത് ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. എന്ത്? വൽ ഇസ്യാൻ, തന്റെ ശരീരം ഉപയോഗിച്ചിട്ട് ഈമാനിന്റെ ശോഭക്ക് തിളക്കമേകുന്ന ആ ഈമാനിന്റെ ശോഭ തകർക്കുന്ന തിന്മകൾ ചെയ്യാൻ പാടില്ല. വൽ ഇസ്യാൻ. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ 3 കാര്യങ്ങൾ നമ്മളോട് പഠിപ്പിച്ചത്. അല്ലാഹു തആല ഈ ആയത്തിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് അന്വേഷിക്കുമ്പോൾ ആരാണെങ്കിലും അതിനും ആദ്യമായി ചെയ്യേണ്ട വസ്തുത അതാണ്. അതോടൊപ്പം മഹാന്മാർ ഈ ആയത്ത് വിശദീകരിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ ശീലിക്കേണ്ട സ്വഭാവമാണ് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് 4 ആളോട് പറയും ചെയ്യരുത്. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം 4 ആളുകളെ മുമ്പിൽ ഇങ്ങനെ പറയാം. അത് ചില ആളുകൾക്ക് ഒരു ഹോബിയാണ്. 2 കൂട്ടരിങ്ങനെ പരസ്പരം തെറ്റിക്കാൻ നടക്കുക എന്നുള്ളത് പ്രത്യേക ഇഷ്ടമുള്ള ചില ആളുകളുണ്ടാവും. അല്ലാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്രയാണ് അതിൻ്റെ ഭവിഷ്യത്ത്, എത്രയാണ് അതിന്റെ ഭീകരത! മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞതെന്താണ് അതിന്റെ ഭീകരതയെപ്പറ്റി? ആ നിലക്ക് മുഅ്മിനീങ്ങളെ പരസ്പരം തെറ്റിക്കാനും ആ മുഅ്മിനീങ്ങളെ പരസ്പരം ശത്രുതയിലേക്കാനും വേണ്ടി ഒരു മനുഷ്യൻ ചെന്നു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറയുന്നതാണ് അത് ഏറ്റവും വലിയ ഖേദമായിരിക്കുമെന്നാണ്. അത് ഏറ്റവും വലിയ ഖേദമായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിച്ചു തരുന്ന ഹദീസിൽ കാണാം, അഅ്ളമുൽ ഖതായ, ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? അൽ-ലിസാനുൽ കദൂബ്, കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന നാക്കാണ്. അല്ലാഹു ആ നിലക്ക് നമ്മുടെ നാക്കിനൊക്കെ നാളേക്കുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്താക്കി തരട്ടെ. കേട്ടത് മാത്രം പച്ച കള്ളം മാത്രം വിളിച്ചു പറയുന്ന അൽ-ലിസാനുൽ കദൂബ്, കളവ് മാത്രം പറയുന്ന നാക്കാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന തെറ്റുകളിൽ നിന്ന് ഏറ്റവും വലിയ തെറ്റ് എന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ. എന്നിട്ട് അലിയാർ തങ്ങൾ പറയുന്നു, കേട്ടത് മുഴുവൻ വിളിച്ചു പറയുന്ന നാക്കും ആ നാക്ക് പറഞ്ഞതനുസരിച്ച് പിന്നെ കിട്ടുന്ന രണ്ടാമത്തെ പ്രശ്നം വശറുൻ നദാമ, വേണ്ടാത്ത ഖേദം. വേണ്ടാത്ത ഖേദം. നേരത്തെ നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും അങ്ങോട്ട് പ്രചരിപ്പിക്കുക, പിന്നെ ആ പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ പിന്നെ ഖേദിക്കുക, ഞാനത് ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് പറയുന്ന ഖേദം. അത് ചെയ്യലാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഇനി അല്ലാഹു തആല നമ്മളോട് പറയുന്നത്, ഈ നിലക്കൊരു സ്വഭാവം വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ഇനിയോ, സാമൂഹ്യപരമായി ജീവിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കാണുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം അതെന്താ? നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ, ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ, നാട്ടുകാരാകുമ്പോൾ പ്രത്യേകിച്ച് പലരും പല തറവാട്ടുകാരായിരിക്കും, എല്ലാവരും ഒരേ നടത്തിപ്പുകാരായിക്കൊള്ളണമെന്നില്ല. പരസ്പരം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്, അല്ലേ? ചില നാട്ടിലൊക്കെ കണ്ടില്ല, നിങ്ങൾ പള്ളി കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ ചില കുടുംബത്തിൽ വന്നവർക്ക് ഭയങ്കര ഹീറ്റ് സ്വഭാവം ഉണ്ടാവും. അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ, എല്ലാ ഹിദ്മകളും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അവർ പറയുന്ന കാര്യം അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്, അടിയാണ്, പിടിയാണ്, പലതുമാണ്. ഈ നിലക്കൊരു വിശ്വാസി അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു തആല പറയുന്ന ചെറിയൊരു ആയത്ത്, ഫദ്ലം മിനല്ലാഹി വ നിഅമ, ഈമാനും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ആ ഈമാനിന് ശോഭ കൂടുന്ന നാക്കും നിങ്ങൾക്ക് തന്നത്.
അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ഔദാര്യമാണ്. ആ ഔദാര്യമാകുന്ന ഈ സൗകര്യത്തെ നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്. അല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു തആല കാര്യങ്ങൾ നല്ലോണം അറിയുന്നവനും കാര്യങ്ങൾ യുക്തിഭദ്രമായി തീരുമാനിക്കുന്നവനുമാണ്. എന്നിട്ട് ശേഷം അല്ലാഹു പറയുന്നു, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള രണ്ട് വിഭാഗക്കാർ, രണ്ട് കൂട്ടരും വിശ്വാസികളാണ്. എന്തോ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ഉടലെടുത്ത പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന, വിശ്വാസികളെ കൂട്ടത്തിൽ നിന്നുള്ള രണ്ടു പക്ഷക്കാര് തമ്മിലായാൽ എന്താണ് ഉണ്ടായത്? ഇഖ്തതലൂ, അവർ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ, എന്തോ ചെറിയ പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്നറിയൂല, എന്തിനാണ് ഉണ്ടായത് എന്നറിയൂല, ആരാണ് ഉണ്ടാക്കിയത് എന്നും അറിയൂല, എന്നാലും അതിന് തലമുറകളായി ഇന്നും പോരടിക്കുകയാണ്. ഇഖ്തതലൂ, അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു വിശ്വാസിയുടെ റോളെന്താൻ? ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് കൂടിക്കൊടുക്കലല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് അവകാശവും കാര്യങ്ങളും വകവെച്ചു തരുന്നവരുടെ പിന്നാലെ ചെന്നിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തലല്ല. നേരെ മറിച്ച് ഒരു വിശ്വാസി ചെയ്യേണ്ടത്, അങ്ങനെ രണ്ട് പക്ഷക്കാര് തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഫഅസ്ലിഹൂ ബൈനഹുമാ, മൂന്നാമത് നിൽക്കുന്ന എന്റെ ഡ്യൂട്ടി ഒരു മസ്ലഹത്ത് കമ്മിറ്റിയാകലാൻ. ഫഅസ്ലിഹൂ ബൈനഹുമാ, ഈ രണ്ട് പക്ഷക്കാർക്കിടയിൽ ഒന്ന് നന്നാക്കാനുള്ള ശ്രമം നടത്തലാണ് ഒരു വിശ്വാസിയുടെ ഡ്യൂട്ടി എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുക്കാനുള്ള പശ്ചാത്തലം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി, അതാ അദ്ദേഹം യാത്ര പോകുന്ന സമയത്ത് സുബ്ഹാന ജല്ല ജലാലു, അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യന്റെ പേര് സാധാരണ ജനങ്ങൾ വിളിക്കാറുള്ളത് ഉമ്മു സൈദ് എന്നാണ്. ആ പെണ്ണിനോട് ഈ ഭർത്താവാകുന്ന അൻസാരികൾപ്പെട്ട അദ്ദേഹം പറഞ്ഞു, എന്താ, ഒരു യാത്രക്ക് പോകുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് അടുത്ത് ചോദിച്ചു, ഞാൻ എൻ്റെ പുരേക്കൊന്ന് പോട്ടെ, എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. വെറുതെ ഇങ്ങനെ മസ്തിന് പിടിക്കുന്ന സ്വഭാവക്കാരാകാനും പാടില്ല. ഏതായിരുന്നാലും അൻസാറുകളിൽപ്പെട്ട ഈ സ്വഹാബിയുടെ മുമ്പിൽ തന്റെ ഭാര്യ തന്റെ വീട്ടിലേക്ക് പോകട്ടെ, അഹ്ലുകാരെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പോകട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഫഹബിസഹ, അദ്ദേഹം പറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ ഒരു ഭർത്താവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാര്യ പോകാനും പാടില്ല. ഫഹബിസഹ, ആ നിലക്ക് ഭാര്യയെ അദ്ദേഹം പിടിച്ചു വച്ചു. മാത്രമല്ല വീടിന്റെ മുകളിലേക്കത്തെ നിലയിൽ താമസിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. ഇനി താഴോട്ട് വരെ ഇറങ്ങണ്ട, മുകളിൽ താമസിച്ചാൽ മതി. അത്രയും വലിയ തീരുമാനം അയാൾ എടുത്തു. അദ്ദേഹം പോയതിനു ശേഷമാണ് ഈ പെണ്ണത തന്റെ കുടുംബത്തിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ്. ആ പെണ്ണെടുത്തൊരു പരിപാടി തന്റെ കുടുംബത്തിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീട്ടു തടങ്കലിലാണ്, വലിയ പ്രശ്നമാണ്, നിങ്ങളൊക്കെ പാടെ വരണം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് പ്രശ്നമാക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പുതിയാപ്പളയാണെങ്കിൽ ഇവിടെ അല്ല, പുതിയാപ്പളിന്റെ കുടുംബജനാണുള്ളത്. വന്നതോ രണ്ട് കൂട്ടരും നല്ല പക്കാ മുഅ്മിനീങ്ങളാണ്. എന്തോ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ വന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ വന്നിട്ട് ചോദ്യം ചെയ്തു. പുതിയാപ്പളന്റെ കെട്ടിയോന്റെ പേർക്കാരെ വന്നിട്ട് ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് വിടുന്നില്ല? ഞങ്ങൾക്ക് വിടാൻ സൗകര്യമില്ല എന്ന് വരും, അവർ വിട്ടേ പറ്റുമെന്ന് വരും. രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നമായി. ഞാൻ പറയുന്നത് ചെറിയ പ്രശ്നം മതി രണ്ടു കൂട്ടരും തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വിശ്വാസി ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഫഅസ്ലിഹൂ ബൈനഹുമാ, രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്നിട്ട് മുതലെടുപ്പ് നടത്തുകയല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരാം. മുതലെടുപ്പ് നടത്തുകയല്ല വേണ്ടത്, നേരെ മറിച്ച് ഫഅസ്ലിഹൂ ബൈനഹുമാ, രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്നിട്ട് നന്നാക്കി കൊടുക്കുകയാണ് വേണ്ടത്. സുബ്ഹാന ജല്ല ജലാലു. ഇങ്ങനെ ഒരു പ്രശ്നം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിലെത്തുകയാണ്. പണ്ഡിതന്മാർ എഴുതി വെച്ചത് കാണാം. രണ്ട് കൂട്ടരും തമ്മിൽ അവസാനം കയ്യാങ്കളിയിലേക്ക് എത്തിയപ്പോ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വിഷയമെത്തിയപ്പോഴാണ് ഫനസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് ഓതിക്കൊടുക്കുന്നത്, നബിയെ വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ,
മുഅ്മിനീങ്ങളാകുന്നവര് രണ്ട് കൂട്ടര് രണ്ട് ചേരിയിൽ നിന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടി ഫഅസ്ലിഹൂ ബൈനഹുമാ, അവർക്കിടയിൽ നല്ലോണം മസ്ലഹത്തുണ്ടാക്കലാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് കൂട്ടർക്കും ഇടയിൽ മസ്ലഹത്തുണ്ടാക്കുന്ന സമയത്ത് നാട്ടിൽ ചില ആളുകൾ നേരത്തെ മസ്ലഹത്ത് എന്നറിയപ്പെടുന്ന ആളുകളുണ്ടാവും. അല്ലാഹു എല്ലാവരുടെയും ഹിദ്മകൾ സ്വീകരിച്ചു തരട്ടെ. പക്ഷേ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരാളെ ഭാഗത്തേക്കും നിന്ന് പക്ഷപാതം കാണിച്ചു പോകരുത്. ഈ ആയത്തിന്റെ അവസാനത്തിൽ തന്നെ അല്ലാഹു നമ്മളെ ഉപദേശിച്ചു തരുന്നുണ്ട്. ഒരിക്കലും തങ്ങൾക്ക് എവിടെന്നെങ്കിലും മുതലെടുപ്പ് നടത്താൻ കഴിയുന്ന ആ ഒരു സ്വഭാവം വെച്ച് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൂടെ മാത്രം നിന്നുകൊടുക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. മസ്ലഹത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നടത്തേണ്ട ഡ്യൂട്ടി ഫഅസ്ലിഹൂ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരെയും നന്നാക്കണം എന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇയാളെടുക്കുന്ന തീരുമാനത്തിൽ അവസാനം രണ്ടു കൂട്ടർക്കും റാഹത്താകണം. ഒരു കൂട്ടർ അങ്ങോട്ട് അടിച്ചമർത്തുക, ഞാൻ പറഞ്ഞതാണ് കേട്ടോളി എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തലല്ല. പരസ്പരമൊക്കെ ഇരുത്തിയിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് രണ്ടു കൂട്ടർക്കും തീരുമാനങ്ങൾ നല്ല റാഹത്താക്കി എടുത്തു കൊടുക്കും. രണ്ടു കൂട്ടർക്കും റാഹത്താകണം. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രം നിന്നിട്ട് അവർക്കനുസരിച്ച് ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് മറ്റവരെ അടിച്ചമർത്തുന്ന സ്വഭാവം അതൊരു വിശ്വാസിക്ക് പറ്റൂല. ഫഅസ്ലിഹൂ ബൈനഹുമാ, രണ്ടു കൂട്ടർക്കിടയിൽ മസ്ലഹത്ത് നടത്തി കൊടുക്കണം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വല്ലാത്തൊരു മുസീബത്ത് മഹാന്മാർ ഈ ആയത്തെ വിശദീകരിച്ച് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തെറ്റി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഈ സമയത്ത് എരിതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി നടക്കും ചില ആൾക്കാർ. അല്ലാഹു ആ മുസീബത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നല്ലോണം മുറുക്കി കൊടുക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കളിച്ചിട്ട് അങ്ങനെ ആടട്ടാ, അങ്ങനെ കാട്ടടാ, ഓരെന്നെ പറ്റി ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ മുഴുവനും പെരുപ്പിച്ചിട്ട് മൊത്തം ഒന്നാകെ കുളം തോണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അതിൻ്റെ പേരാണ് ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമീമത്ത് എന്ന് പറയും. നമീമത്ത് എന്ന് പറയും. ഇതിനിങ്ങനെ ഏണി വെച്ച് കൊടുത്തിട്ട് പരമാവധി ഇങ്ങനെ മുറുക്കി കൊടുക്കാം അല്ലേ? സുബ്ഹാന ജല്ല ജലാലു, എത്രയാണ് അതിന്റെ പേരിലൊക്കെ സങ്കടങ്ങൾ പലതും അനുഭവിക്കുന്നത്. അള്ളാഹു എല്ലാവരെയും നന്നാക്കി കൊടുക്കട്ടെ. അതിന് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞത് ഒരിക്കലും ആ ഒരു സ്വഭാവം സ്വീകരിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ നമീമത്തുകാരനായി ഭൂമി ലോകത്ത് നടക്കുന്നുണ്ടോ, ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് ഭൂമി ലോകത്ത് നടത്തുന്നുണ്ടോ, സുബ്ഹാന ജല്ല ജലാലു അയാളെ ഭവിഷ്യത്തിനെ പറ്റി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത് അതിനുവേണ്ടി നടക്കുന്ന മനുഷ്യനെ ലാ യസ്തരീഹു മിൻ അദാബിൽ ഖബരി, അയാൾക്ക് ഇവിടെ നിന്നല്ലേ ഇതിന് പറ്റുള്ളൂ. നാലാളുകടയിൽ ചെന്നിട്ട് നല്ല പിള്ള ഇങ്ങനെ ചമന്നിട്ട് പരസ്പരം തെറ്റിക്കിടക്കുന്ന ഈ ടീമിനെ തമ്മിലടുപ്പിക്കാൻ ഇയാൾ ഇങ്ങനെ മരുന്ന് പുരട്ടി കൊടുക്കും. അത് നല്ല റേഞ്ചാണ് ഇയാൾക്ക്. അതിനെല്ലാവരും ഇയാൾക്ക് നല്ലോണം കൊടുക്കും ചെയ്യും. ഇവിടുന്ന് അയാളെ നാക്കിന് അങ്ങനെ ഒരു പുണ്യം പടച്ചോൻ കൊടുത്തിട്ടുണ്ടല്ലേ, അത് ഉപയോഗിച്ചിട്ട് അയാൾ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടോ? അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് ഇവിടെ നിന്ന് നടക്കൂ, ആ കളി ഇവിടെ നിന്ന് നടക്കൂ. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ ലാ യസ്തരീഹു ഫിൽ ഖബരി, അയാൾക്ക് ഖബറിൽ ചെന്ന ഒരു സ്വസ്ഥതയും കിട്ടൂല. ഖബറിൽ ചെന്നാൽ ഒരു സ്വസ്ഥതയും അല്ലാഹു തആല കൊടുക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഇവിടുന്ന് പല ആളുകളെയും ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അത് പിന്നെ സാധാരണ ചില ബ്രോക്കർമാരൊക്കെ നടത്തുന്നത് പോലെ, എല്ലാ ബ്രോക്കർമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ പണിയെടുക്കുന്നവർ, അത് പെങ്കെട്ട് മേഖലയിലാണെങ്കിലും പറമ്പ് വിൽക്കുന്നിടത്താണെങ്കിലും വണ്ടി വിൽക്കുന്നിടത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ പണിയെടുക്കുന്നവർ ചെയ്യേണ്ടത് മാന്യമായ സംസാരമാണ്. രണ്ടു കൂട്ടരും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം വരെ ഉണ്ടാകാൻ പറ്റൂല എന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മളാ ഭാഗത്ത് മുമ്പ് ഒരു കല്യാണം മുടങ്ങി. അല്ലാഹു തആല വിവാഹത്തിന്റെ വിഷയത്തിൽ കാത്തിരുന്നവർക്ക് അല്ലാഹു തആല ഫത്ഹ് കൊടുക്കട്ടെ. ഇന്നലെ രാത്രി ഒരു 45 വയസ്സുള്ള ഒരു ഉപ്പ വല്ലാത്ത സങ്കടത്തോടെ, മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു ഉപ്പ സങ്കടത്തോടെ പറഞ്ഞത് സദസ്സുകളിൽ വന്ന് ദുആ ചെയ്യണമെന്നാണ്. 4 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്നറിയില്ല. അല്ലാഹുവേ, നീ ഖൈറിന്റെ കവാടം തുറന്നു കൊടുക്കണം റഹ്മാനെ, നല്ല റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാന ജല്ല ജലാലു, ചില ആളുകൾ എടുക്കുന്ന മുസീബത്താണ് ഇത്. എന്തെങ്കിലും കല്യാണം മറ്റെന്തെങ്കിലും വിഷയം റെഡിയാകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിച്ചിട്ട് പരമാവധി ഇങ്ങനെ പറഞ്ഞ് പിരികേറ്റും. അങ്ങനെ കയറ്റി ഇവൻ അങ്ങനെയാണ്, പുതിയാപ്പള അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിക്കൊടുക്കും. അങ്ങനെ ഒരു കല്യാണം മുടങ്ങി മുമ്പ് അവസാനം ഈ പെണ്ണിൻ്റെ ബാപ്പ, അയാളൊരു സാധു മനുഷ്യനാണ്,
ആ സാധു മനുഷ്യന് ഒരു 3-4 ആടിയായിട്ടുണ്ട് ഒരു നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ തരീനുണ്ട്. എന്തിനാ തരീണത്? കല്യാണം തുടങ്ങി തൊലാക്ക് ചെല്ലിയൊക്കെ പിരിഞ്ഞതിന് ശേഷം നാട്ടുകാർ ചോദിച്ചു, ഇനി പുതിയാപ്പളിനെ തല്ലാനാണോ എന്ന് ചോദിച്ചു. അല്ല, എനിക്ക് പുതിയാപ്പളിനല്ലേ കിട്ടേണ്ടത്, അന്ന് എൻ്റെ പുരയ്ക്ക് വന്ന ബ്രോക്കറെയാണ് കിട്ടേണ്ടത് എന്നാണ്. എൻ്റെ പുരയ്ക്ക് വന്ന ബ്രോക്കറെയാണ് കിട്ടേണ്ടത്. ഞാൻ പറയുന്നത് ഈ കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവം ഒരു വിശ്വാസിക്ക് പറ്റൂല. ഉള്ളത് പറയാ, ഖൈറായത് പറയുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതില്ല യസ്തരീഹു, ആ മനുഷ്യനൊരു സ്വസ്ഥതയും കിട്ടൂല. അറിയാമല്ലോ നമുക്ക്, മുത്തുനബി നടന്നു പോകുന്ന വഴിയിൽ ഒരു ഖബറിൽ അദാബ് അനുഭവിക്കുന്നത്, 2 ഖബറുകൾ അദാബ് അനുഭവിക്കുന്ന സംഭവം നമ്മൾ കേട്ടതാണ്. ആ ഖബറിന്റെ ചാരത്ത് മുത്തുനബി പച്ചക്കൊമ്പ് കുത്തിക്കൊടുത്തിട്ട് പറഞ്ഞ വർത്താനം എന്താണ്? ഇവര് അത്ര വലിയ സംഭവമായി കണ്ട തെറ്റിന്റെ പേരിലൊന്നും അല്ല ശിക്ഷിക്കപ്പെടുന്നത്. ജീവിതകാലത്ത് അത്ര വലിയ സംഭവമാക്കിയിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല തെറ്റെന്താണെന്ന്. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് അവർ നരകയാതന അനുഭവിക്കുകയാണ്. അതിൽ രണ്ടാമത്തവന്റെ പ്രശ്നം പറഞ്ഞത് ഈ വലിയ കൂട്ടിക്കൊടുപ്പിന്റെ ചുമട് തലയിൽ വെച്ച് നടക്കുന്നവനായിരുന്നു എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2 പേരുകൾ തമ്മിലടിക്കുന്ന സമയത്ത് ഇടയിൽ നന്നാക്കുന്ന റോള് നടത്തുന്ന ആള് ചെയ്യേണ്ടത് 2 കൂട്ടർക്കും റാഹത്തുള്ള തീരുമാനമെടുത്തു കൊടുക്കലാണ്. അതിന് കഴിയൂലേ? കഴിയാത്ത വിഷയത്തിന് ഒരാൾ മുതിരാൻ പോകേണ്ടതില്ല, കഴിയാത്ത വിഷയത്തിൽ ഏർപ്പെടാൻ പോകേണ്ടതില്ല. തനിക്ക് കഴിയൂലേ? എന്നാൽ അങ്ങോട്ട് മാറി നിന്ന് കൊടുക്കുക. അതാണ് അവിടെ നടത്തുന്ന ഏറ്റവും വലിയ നന്മ. ഇന്നപ്പം എല്ലാവരും കൂടി മസലാത്ത് കമ്മിറ്റി ആക്കുകയും ചെയ്ത് ഞാനപ്പോൾ അത് മസലാത്ത് ആക്കിയില്ലെങ്കിലും മോശമല്ലേ? അന്നൊന്നും ആരും തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കതിൽ തീരുമാനത്തിലെത്തിക്കാൻ കഴിയൂലേ? മാന്യമായ നിലക്ക് തീരുമാനിക്കാൻ കഴിയൂലേ? ഞാൻ അങ്ങോട്ട് മാറി നിന്ന് കൊടുക്കണം. 2 കൂട്ടർക്കും ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാഹു തആല പറയുകയാണ്, ഇനിയോ അങ്ങനെ മസ്ലഹത്താക്കിയിട്ടും അവർ നിൽക്കുന്നില്ല. ഒരു പക്ഷം എങ്ങനെയാണെങ്കിലും മറ്റേ പക്ഷത്തിന്റെ പുറം കയറാനേ ശ്രമിക്കുകയുള്ളൂ. മറ്റേ പക്ഷം എത്ര താഴ്ന്നു കൊടുക്കാനും സംഗതികൾ ചർച്ച ചെയ്യാനും നന്നാക്കാനൊക്കെ അവർ തയ്യാറാണ്. പക്ഷേ ഒരു വിഭാഗം ഞങ്ങളതിന് കിട്ടൂല, ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളെ കയ്യിലാണ് ഈ നാട്, ഈ നാട്ടിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ വളരാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുതിര കയറുന്നുണ്ടോ? അല്ലാഹു തആല പറയുന്നു, ഒരു പക്ഷം എത്രയായാലും മര്യാദക്ക് നിൽക്കൂലെങ്കിൽ അല്ലാഹു തആല പറയുന്നു, ആരാണോ വഴിവിട്ട രൂപത്തിൽ പ്രതികരിക്കുന്നത്, മറ്റേ വിഭാഗത്തെ അടിച്ചമർത്താൻ ആരാണോ ശ്രമിക്കുന്നത്, അവരെ വേണ്ടതുപോലെ മര്യാദ പഠിപ്പിച്ചോളണം. അതിനേതൊക്കെ നിലക്കാണ് ഓരോ നാട്ടിനാവശ്യമായ സാഹചര്യങ്ങളിലൂടെ എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കണം. അല്ലാഹു തആല പറയുന്നു, അക്രമം ചെയ്യുന്നവരെ എങ്ങനെയാണോ ഒതുക്കാൻ പറ്റുന്നത് ആ ലെവല് സ്വീകരിച്ചോളണം. എന്നിട്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് 2 കൂട്ടരെയും കൊണ്ടുവരണം. അള്ളാഹു ദീനിന്റെ വിഷയത്തിൽ പറഞ്ഞ തീരുമാനങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു അള്ളാഹും റസൂലും എടുത്ത തീരുമാനം. ആ ഒരു തീരുമാനത്തിലേക്ക് 2 കൂട്ടരെയും കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് 2 കൂട്ടരും കൂടെ ഒരു തീരുമാനത്തിലെത്തിയാൽ അതിനിടയിൽ മസ്ലഹത്ത് നടത്തുന്ന ആളുകൾ ചെയ്യേണ്ടത് നീതിപൂർവം വിധിക്കലാണ്. നീതിപൂർവം 2 കൂട്ടർക്കിടയിലും വിധിക്കലാൻ അല്ലാഹു പറയുന്നു, നീതിക്ക് വില കൊടുക്കണേ. ഒരു കൂട്ടരെ മാത്രം അടിച്ചമർത്തുന്ന സ്വഭാവം പാടില്ല. നിങ്ങൾ പരമാവധി നീതിപൂർവം പ്രവർത്തിക്കണം. കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിക്ക് വില കൊടുക്കുന്നവരെയാൻ പടച്ച റബ്ബ് എക്കാലത്തും സ്നേഹിക്കുന്നവർ, അവർക്കാണ് അള്ളാഹുവിന്റെ പിന്തുണ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ നീതിയോടുകൂടെ ജീവിക്കാനും തീരുമാനിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി പഠിച്ചോ,
അഥവാ ഒരു മനുഷ്യൻ അങ്ങനെ നീതിപൂർവം തീരുമാനിക്കാൻ കഴിയൂലേ? സുബ്ഹാന ജല്ല ജലാലു. ഒരു ബാപ്പക്ക് 3 or 4 മക്കളുണ്ട്. ആ മക്കൾക്കിടയിൽ ഹയാത്ത് കാലത്ത് ബാപ്പ തന്നെ താനുണ്ടാക്കിയ സമ്പത്ത് വീതിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് സമ്പത്തുണ്ട്. ആ സമ്പത്ത് 4 ആളുകൾക്കിടയിൽ വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ സുബ്ഹാന ജല്ല ജലാലു, അവിടെ ബാപ്പ നീതി പാലിച്ചോളണം, എവിടെയും നീതി പാലിച്ചോളണം. തനിക്ക് വണ്ടി വിട്ടു തരുന്ന അല്ലെങ്കിൽ തൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന, തൻ്റെ കൂടെ നിൽക്കുന്ന മോനെ ഏറ്റവും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റേ മക്കൾ പ്രശ്നം ഉണ്ടാക്കും, മറ്റവർക്ക് പ്രശ്നം. അങ്ങനെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നീതി പാലിക്കണമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഒരാള് 2 or 3 ഒക്കെ കെട്ടി, അയാൾക്ക് ഒരു ഭാര്യയല്ല 1-ലധികം ഭാര്യമാരയാൾക്കുണ്ട്. എല്ലാ ഭാര്യമാരെയും ഒരുപോലെ നല്ല നിലക്ക് കൊണ്ടുനടക്കാൻ കഴിയുമെങ്കിൽ അതിന് പിന്നെ ആ പരിവർത്തനത്തിന് മുതിരാൻ പാടുള്ളൂ. നേരെ മറിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്നതിനിടയിൽ അയാൾക്ക് 1ാമത്തെ ഭാര്യനോട് എന്തോ ഒരു പ്രശ്നം, പിന്നെ ആ ഭാര്യനെ തിരിഞ്ഞു നോക്കൂല. എല്ലാ കാര്യങ്ങളും, ഒരു പെരുന്നാൾ വന്നാൽ പോലും ആ കെട്ടിയോളടുത്തേക്ക് പോകൂല, അവളെ മക്കൾക്കൊന്നും കൊടുക്കൂല. ആ നിലക്കുള്ള ഒരു തീരുമാനവും ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിക്ക് പാടില്ല. അല്ലാഹു തആല പറഞ്ഞു ഫഅഖ്സിതു, കാര്യങ്ങൾക്കിടയിലൊക്കെ നീതി പാലിക്കണം. 2 പക്ഷക്കാരെ നാട്ടിൽ പ്രശ്നമുണ്ടായാൽ 2 കൂട്ടരെയും ഒന്നിച്ചിരുത്താൻ കഴിയൂലെങ്കിൽ 2 കൂട്ടർക്കിടയിൽ ചർച്ചയ്ക്ക് വേദിയുണ്ടാക്കിയിട്ട് 2 കൂട്ടരെയും നന്നാക്കുമ്പോൾ നീതി പാലിക്കണം. നീതി പാലിച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നം താൻ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അയാൾ രക്ഷപ്പെട്ടാലും ഇവിടുന്ന് കണ്ണടച്ച ലോകത്തിന് ശേഷം അല്ലാഹു അദ്ദേഹത്തെ വിടൂല, അയാളെ വെറുതെ വിടൂല. മഹ്ശറയിലേക്ക് പടത്തറബ് ജനങ്ങളെ കൊണ്ടുവരുന്ന രംഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് മുത്തുനബി പറഞ്ഞു തരുമ്പോ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പൊള്ളുന്നൊരു മറുപടിയുണ്ട്. 10 കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കോലത്തിൽ? യഥാർത്ഥ വിശ്വാസിയല്ല, ഈമാനിന്റെ പേരിൽ പ്രവർത്തിക്കുകയും മുസ്ലിമാണെന്ന പേരിൽ അവകാശപ്പെടുകയും ചെയ്ത് പല തോന്നിയാസങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മാപ്പിള ജാതിയിൽപ്പെട്ട വിഭാഗത്തെ 10 കോലത്തിൽ കൊണ്ടുവരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസിക്കാത്തവരെ പറ്റിയല്ല പറഞ്ഞ, ഹദീസിൽ അങ്ങനെ കാണാം, മിനൽ മുഅ്മിനീന എന്ന് തന്നെയുണ്ട്. വിശ്വാസികളെ കൂട്ടത്തിൽ തന്നെ 10 വിഭാഗം കോലം മറിച്ചിട്ട് അല്ലാഹു തആല കൊണ്ടുവരുന്ന വല്ലാത്തൊരാപത്ത് രംഗമുണ്ട്. അല്ലാഹു അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങളെ പോലെ, യഥാർത്ഥ മുഅ്മിനീങ്ങളെ പോലെ മുഖം പ്രകാശിച്ച് മുഅ്മിനീങ്ങളെ മെമ്പറായി റാഹത്തോടെ ആ ലോകത്തേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ 10 കോലങ്ങൾ എണ്ണീട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഒന്നാമതെണ്ണിയ കോലമാണ്. ഇവിടുന്ന് അയാൾ എന്തൊരു ആരോഗ്യ നിലക്ക് ഓടിപ്പായാൻ ഒരു പ്രശ്നമില്ല, മരിക്കുന്നത് വരെ ഒരു മുട്ടുംകാലിന് വേദന പോലും അയാൾ അനുഭവിച്ചിട്ടില്ല. ആ നിലക്ക് ജീവിച്ച മനുഷ്യൻ സുന്ദരനാണ്, എല്ലാം അയാൾക്ക് റെഡിയാണ്. അതിത് 1ാമത്തെ കോലമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആൾക്ക് അനുഭവിക്കാനുള്ളത്. 2 ആളുകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിരിമുറുക്കിയിട്ട് മുതലെടുപ്പ് നടത്തുന്ന ആള്, അയാളെ കോലം, അയാള് ഫീ സൂറത്തിൽ ഖിറദത്തി, കൊരങ്ങന്റെ രൂപമാകുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊരങ്ങന്റെ രൂപം എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള രൂപമൊന്നുമല്ലല്ലോ അല്ലേ? പണ്ടൊരു പെണ്ണ് പുയ്യാപ്പളിനോട് ചോദിച്ചില്ലേ, നിങ്ങൾക്കൊക്കെ സ്വർഗത്ത് പോയാൽ ഹൂറിലീങ്ങൾ, ഞങ്ങൾക്ക് എന്താ സ്വർഗത്ത് പോയാൽ കിട്ടുകയെന്ന് ചോദിച്ചു. കെട്ടിയോൻ പറഞ്ഞു, എനിക്ക് പഠിച്ചവരൊരു കൊരങ്ങനെ വരുന്നു. അതിൽ ഈ പെണ്ണ് ഒറ്റടിക്ക് മറുപടി പറയാം, നമുക്ക് സ്വർഗത്തുനിന്നും കുരങ്ങ്, ഈ ലോകത്തുനിന്നും കുരങ്ങ്, 2 ലോകത്തുനിന്നും കുരങ്ങ്. ഒരാൾക്കും അത്ര താല്പര്യമില്ലാത്തൊരു വിഷയമായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറയുന്നത് കൊരങ്ങിന്റെ രൂപം അള്ളാഹു തആല കൊടുക്കുമെന്നാണ്. ആർക്ക്? നമീമത്തിന്റെ കെട്ടും തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്ക്. ഇത് അള്ളാന്റെ ഹബീബ് പറഞ്ഞതാണ്. 10 കൂട്ടരെയും കൂടെ എണ്ണാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. വേറൊരു വിഭാഗം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് മരിക്കുന്നത് വരെ ഒരു പ്രശ്നവുമില്ല. അവിടെ എത്തുമ്പോൾ കാണാം ഈ അണ്ണാച്ചിലോറിൻ്റെ ഇടയിൽ പാട്ട കുടുങ്ങിയതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ കോടിയിട്ടുണ്ടാവും ചില ആൾക്കാർ, ഒരു ഭാഗത്ത് ഇങ്ങനെ കോടിയിട്ട്. അവരാണ് 2 കൂട്ടർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മസ്ലഹത്ത് കമ്മിറ്റിന്റെ പേരിൽ ചെന്നിട്ട് മുതലെടുപ്പ് നടത്തിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം നിന്നു കൊടുത്തിട്ട് ഒരു പക്ഷത്തേക്ക് മാത്രം ചാഞ്ഞിട്ട് പക്ഷപാതിത്വം കാണിച്ച മനുഷ്യൻ
ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നാളെ വരിക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ അറിയണം. കാരണം എന്താണ്? ഈ ലോകത്ത് വെച്ച് അയാൾ ഈ തീരുമാനമെടുക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരുന്നു സ്വഭാവം കൊണ്ട്. അത് അല്ലാഹു തആല നാളെ ശരീരത്തിൽ ഇങ്ങനെ കാണിച്ചു തരാൻ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കോടിയിട്ട്, അതിന് ഉദാഹരണം പറഞ്ഞതാണ് നാസിലോറിന്റെ അടി പാട്ട കുഞ്ഞിട്ട് വരേന്ന് പറഞ്ഞ്, ഇതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കോടിയിട്ട് അയാൾ വരുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. മുഅ്മിനായ മനുഷ്യൻ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, ആ ഒരു വിഷയത്തിന് ഇറങ്ങുമ്പോൾ രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടോ, അത് എന്റെ കുടുംബത്തിലാകട്ടെ, നാട്ടിലാകട്ടെ, എവിടെയുമാകട്ടെ, ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ലി, അവർക്കിടയിൽ നീതിപൂർവം വിധിക്കാൻ കഴിയണം, നീതിപൂർവം വിധിക്കാൻ കഴിയണം. എന്നിട്ട് വഅസ്ലിഹു ബൈനകും, അവർക്കിടയിൽ നന്നാക്കണമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല ഒരു ആയത്ത് കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അവസാനം അല്ലാഹു പറഞ്ഞു തരുന്നത് എന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, എത്ര പോരടിച്ചാലും എവിടെ സംഘട്ടനത്തിൽ ഏർപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചവരാണോ, മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്നവരാണോ, എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന്റെ മേൽ അവർ വിഷയങ്ങളുണ്ടായാലും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവർ പരസ്പരം സഹോദരങ്ങളാണ്, പരസ്പരം സാഹോദര്യ ബന്ധത്തിൽ നിൽക്കേണ്ടവരാണ്. ചെറിയ പ്രശ്നങ്ങൾ അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, അഥവാ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ രണ്ട് സഹോദരന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത് പോലെ രണ്ട് കൈകൾക്ക് സമാനമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരാളോട്. ഈ കൈയിന്റെ മുകളിൽ ഒന്നല്പം താന്നു കൊടുത്താലൊന്നും വരാനില്ല. ഈ രണ്ട് കൈകളും ഒന്നിച്ചു കൊട്ടുമ്പോഴേ ശബ്ദമുണ്ടാവൂ. രണ്ട് കൈകളും കൂടെ മാറി മാറി കൊട്ടിയാൽ ഒരു പ്രശ്നവും എവിടെയുമില്ല. രണ്ട് കൈകളും ഒന്നിച്ചു കൊട്ടുമ്പോ പ്രശ്നം സ്വാഭാവികമാണ്. അങ്ങനെ അഥവാ വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലാഹ് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സാഹോദര്യ ബന്ധം നിലനിർത്തുമ്പോൾ അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഫഅസ്ലിഹു ബൈന അഖവൈകും, അവരെ സഹോദരങ്ങൾക്കിടയിൽ പരമാവധി മസ്ലഹത്ത് നിലനിർത്തട്ടെ. ഇതെന്തിനാ പറഞ്ഞത്? ചില ആൾക്കാർ ഇനി എത്ര പ്രശ്നം ഉണ്ടായാലും അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കും. എനിക്കതൊന്നും അറിയില്ല, ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോകുകയില്ല. കുടുംബത്തിന് കാര്യവും പ്രാപ്തിയുമുള്ള ഒരാളത് പറയാൻ പാടില്ല. നാട്ടിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരാള് അങ്ങനെ ഒരു വിഷയത്തിന് മുങ്ങി നടക്കാൻ പാടില്ല. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ തെറ്റാണ്. രണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം തെറ്റി എന്തെങ്കിലും വിഷയമുണ്ടോ, പരസ്പരം ഒരു ശരീരം പോലെ നിൽക്കേണ്ട രണ്ട് കൂട്ടര്, ഒരേ മനസ്സോടുകൂടെ ജീവിക്കേണ്ട രണ്ട് കൂട്ടര്, എന്തെങ്കിലും ചില വിഷയത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമ്മളൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തടി സലാമത്താക്കുന്ന പരിപാടി അത് മുഅ്മിനിന് പറ്റൂല. അല്ലാഹു തആല പറഞ്ഞു, ഫഅസ്ലിഹു ബൈന അഖവൈകും, ആ നിങ്ങളെ കൂട്ടുകാർക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ, നിങ്ങളെ സഹോദരങ്ങൾക്കിടയിൽ ഒന്ന് മസ്ലഹത്ത് ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വത്തഖുല്ലാഹ്, ഈ വിഷയത്തിൽ നിങ്ങൾ റബ്ബിനെ നല്ലോണം സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, അത് അള്ളാന്റെ ഭാഗത്ത് നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാനാണ്, അള്ളാന്റെ ഭാഗത്ത് നിന്ന് റഹ്മത്ത് കിട്ടാനാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ആയത്താണത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിഷയങ്ങളോ പൊല്ലാപ്പുകളോ എവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊന്നും അറിയൂല എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്ന ഒരു സ്വഭാവം പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരന് അവര് കാലത്ത് എന്നോട് എന്ത് അതിക്രമങ്ങൾ നടത്തിയാലും അവനൊരു വിപത്തിൽ പെടുന്ന സമയത്ത് അവന്റെ കാര്യത്തിലൊന്ന് ഇടപെട്ടിട്ട് മസ്ലഹത്ത് കാണിച്ചു കൊടുക്കണം. അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടവരാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് കാണാം. അൽ മുസ്ലിമു, ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹജീവിയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഒരു തന്റെ സഹജീവിയോട് പെരുമാറേണ്ടത്? റസൂലുള്ളാഹി പറയാണൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിന്റെ സഹോദരനാണ്. സ്വന്തം ജ്യേഷ്ഠനോടും അനുജനോടും എനിക്കെങ്ങനെ ബന്ധമുണ്ടോ അതോ ബന്ധമാണ് ഈ ഇരിക്കുന്ന സർവ്വ ജനങ്ങളോടും എന്റെ മനസ്സിലുണ്ടാകേണ്ടത്. മുത്തുനബി പറയുന്നു, ലാ യസ്ലിമുഹു, ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്.
മറ്റൊരാളെ വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. എത്രത്തോളം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമല്ലേ, വലിയ വലിയ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നവരുണ്ട്, വലിയ ഫ്ലാറ്റിന്റെ കൃഷി നടത്തുന്നവരുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്ന ബിൽഡിംഗ് കാരണം എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന, ആ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത് ജോലി ചെയ്യുന്ന എന്റെ സഹോദരനായ ഒരു മുസ്ലിം സുഹൃത്തിന് വല്ല വിപത്തുമുണ്ടോ? ഇത് ചിന്തിക്കലും പഠിക്കലും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ ഞാൻ വായിച്ച ഹദീസിന്റെ ഭാഗത്ത് കാണാം, വലാ യതഫാവലു ഫിൽ ബുനിയാൻ. ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും ഉയർന്ന ബിൽഡിംഗ് ഉണ്ടാക്കുകയില്ല. ഇല്ലാ ബിഇذനിഹി, തൊട്ടപ്പുറത്തുള്ളവന്റെ സമ്മതം മൂലമല്ലാതെ. അവനുള്ള വഴി തടഞ്ഞിട്ട് എത്രത്തോളം പരിശുദ്ധ ഇസ്ലാം പറയുന്നു, എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു മാപ്പിളയായ സഹോദരൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ടോ, ഞാനൊരു വീട് വെക്കുന്ന സമയത്ത് എന്റെ വീട് കാരണമായി അവന് കിട്ടുന്ന പ്രകാശം മുടങ്ങിപ്പോകരുത്, അവന് കിട്ടുന്ന കാറ്റ് വരെ മുടങ്ങിപ്പോകരുത്, അവന്റെ വഴി മുടങ്ങിപ്പോകരുത്, ഒരു നിലക്കും മുടക്കം വരാതെയായിരിക്കണം ഞാൻ വീട് വെക്കുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം ബന്ധാണ്. സുബ്ഹാന ജല്ല. പുതിയ കാലത്തോ കേസും കുന്ത്രാണ്ടും വെച്ച് നടക്കുകയാണ്. കാരണം എന്റെ പറമ്പ് കൂടെ അവന്റെ വണ്ടി ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം, അല്ലേ? അല്ലെങ്കിൽ എന്റെ പുരയ്ക്കുള്ള വഴി തടയുന്ന രൂപത്തിൽ അവൻ ബിൽഡിംഗ് ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം. ഉണ്ടാക്കിയത് എന്റെ പറമ്പ് തന്നെയാണ്, എന്റെ വാപ്പനക്ക് ഓദിച്ചെന്ന പറമ്പ് തന്നെ ഉണ്ടാക്കിയത്. പക്ഷേ ആ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റോൻ ചില്ലിക്കാശ് പൊറുക്കി വെച്ചുണ്ടാക്കിയിട്ട് എവിടെന്നോ കിട്ടിയ പൈസ കൊണ്ടുണ്ടാക്കിയ വാങ്ങിക്കൂട്ടിയ 3-4 സെന്റിലെടുത്ത പുരയാണ്. ആ പുരയ്ക്കുള്ള വഴി തടയാൻ എന്റെ പറമ്പിൽ ഞാൻ വീടുണ്ടാക്കിയാലും അവകാശമില്ല. അതാണ് പഠിക്കേണ്ടത്. ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരാളോട് കാണിക്കേണ്ട സ്വഭാവം അതാണ്. ഞാൻ വീടുണ്ടാക്കിയ കാരണം കൊണ്ട് അവന് വഴി തടയാൻ പറ്റൂല, അവന്റെ ലൈറ്റ് വരെ തടയാൻ പാടില്ല, കാറ്റ് തടയാൻ പാടില്ല, ഒന്നും തടയാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മസലയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് തന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറയുന്നത് ഇതിന്റെ പേരിൽ എത്ര വിപത്തുകൾ അനുഭവിക്കുന്നവരുണ്ട്, എത്ര കേസുകൾ. സ്വന്തം ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ആ പ്രശ്നം. എന്തിന്? ജ്യേഷ്ഠൻ മണിമാളിക പണിതപ്പോ അനുജന്റെ വഴി മുടങ്ങിപ്പോയതാണ്. അത് പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സുബ്ഹാന ജല്ല ജലാലുഹു. എത്രത്തോളം മുത്തുനബി വീണ്ടും ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയാൻ, ഞാനും എന്റെ മുഅ്മിനായ സഹോദരനും തമ്മിലുള്ള ബന്ധമെന്താണ്? എന്റെ തൊട്ടപ്പുറത്തെ വീടിന്റെ മുറ്റത്ത്, എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ താമസിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, വലായസ്തരീ ഫാത്തിഹ. അവൻ ടൗണിൽ പോയി വരുന്ന സമയത്ത്, അങ്ങാടിയിൽ പോയി വരുന്ന സമയത്ത് ഫ്രൂട്ട്സ് വാങ്ങൂല. എങ്ങനെയല്ലാതെ കഴിയുമെങ്കിൽ അവനുകൂടെ ഉള്ളത് വാങ്ങും. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, അവനുകൂടെ കൊടുക്കാനുള്ളത് വാങ്ങും. അതൊരു പക്ഷേ എല്ലാവർക്കും എപ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട ഡ്യൂട്ടി, എന്റെ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് അതെന്റെ മക്കള് വായിലിട്ടിട്ട് മറ്റയാളെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു ദുരന്തമുണ്ട്. ആ ഒരു പ്രവർത്തനം അവൻ നടത്തൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അറിയണം. കാരണം ആ വീട്ടിലൊരു പക്ഷേ ചെറിയ മക്കളുണ്ടാകും. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു മിഠായി പോലും ആ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല. അവിടെയാണ് എൻ്റെ കുട്ടി മിഠായി ഇങ്ങനെ കടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ തിന്നിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അത് ആ വീട്ടുകാർക്കൊരു പ്രശ്നമുണ്ടാകും. അതുവരെ ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിൽ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, പരസ്പരം സാഹോദര്യ ബന്ധത്തിൽ ജീവിക്കേണ്ടവരാണ്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി കടിച്ചു കീറേണ്ടവരല്ല. നമ്മളൊക്കെ വായിക്കുന്ന വാർത്തകൾ സ്വന്തം അപ്പുറത്തെ വീട്ടുകാരോട് ചെയ്യണ്ട, സ്വന്തം വീട്ടിലുള്ളവരോട് വരെ, ഒരേ രക്തത്തിൽ പിറന്ന ആളുകൾ അല്ലെങ്കിൽ സ്വന്തം തന്റെ രക്തത്തിൽ പിറന്നവരോട് വരെ മാപ്പിള കുടുംബത്തിൽപ്പെട്ടവർ ചെയ്യുമ്പോൾ, ഇത് ഞാൻ പറയുന്നത് നാളെ എന്റെ വീട്ടിൽ ഈ ദുരന്തം സംഭവിക്കൂല എന്ന് ഗ്യാരണ്ടി പറയാൻ കഴിയൂല.
പരമാവധി പഠിക്കുകയും പരമാവധി സൂക്ഷിക്കുകയും ചെയ്യണം. അതിനാണ് മുഅ്മിനീങ്ങൾ പരസ്പരം ഉപദേശിക്കേണ്ടത്. സുബ്ഹാന ജല്ല ജലാലു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊക്കെ വായിച്ചു തള്ളി ഈ പരിശുദ്ധ റമളാൻ ശരീഫ് വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ 2-3 ദിവസങ്ങളിലായി വായിച്ചു പോയൊരു വാർത്തയുണ്ട്. മാഷാ അല്ലാഹ്, റമളാൻ വന്നതിന് ശേഷമാണ് ആ കേസിന്റെ പല നിലക്കുള്ള വാദഗതികളും നടന്നത്, പല അന്വേഷണങ്ങളും നടന്നത്. നമ്മളെ അതേ കുടുംബത്തിൽപ്പെട്ട, നമ്മളെ ഈ ആത്മീയ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ ഒരു വൈകാരിക നിമിഷത്തില് തന്റെ കുടുംബത്തോട് ചെയ്തു പോയ ക്രൂരത എത്ര വലുതാണ്. അള്ളാഹു അവരെ നന്നാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തെയും നമ്മളെയൊക്കെ അള്ളാഹു തഖ്വകളുടെ ഉടമയാക്കി തരട്ടെ. ഒരാളെയും തെറി പറയല്ല, പക്ഷേ ആ ചെയ്തു പോയ ക്രൂരത എത്രത്തോളം വലിപ്പമുള്ളതാണെന്ന് നമ്മൾ അറിയണം. തന്നോടൊപ്പം കിടപ്പറ പങ്കിടുന്ന സ്വന്തം ഭാര്യ, ആ ഭാര്യയുമായുള്ള ബന്ധത്തിൽ തനിക്ക് പിറന്ന പറക്കുമുറ്റാത്ത 2 വയസ്സോളം പ്രായം തികയുന്ന പാവം കുഞ്ഞിനോട് ഈ 2 കുട്ടികളെയും ഒരു മനുഷ്യൻ ഈ പരിശുദ്ധ റമളാനിന്റെ തൊട്ടു തലയാഴ്ച നടത്തിയ ക്രൂരത എന്താണ്? നമ്മളൊക്കെ വായിച്ചു തള്ളിയില്ലേ വാർത്ത? അവസാന നിമിഷത്തിന് വേണ്ടി, അവസാനത്തെ ഒരു ശ്വാസത്തിന് വേണ്ടി ആ ഭാര്യയും കുഞ്ഞും അയാളെ കയ്യിൽ കിടന്ന് പെടഞ്ഞൊരു നിമിഷമുണ്ടാവില്ലേ? ആ സമയം പോലും ആ മനുഷ്യന്റെ കൽബൊന്ന് അയഞ്ഞുപോയില്ലല്ലോ. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിനോട് ഒരു തീവ്രതയും പാടില്ല. പരമാവധി സഹകരിക്കണം. അതും സ്വന്തം രക്തത്തിലാകുമ്പോൾ എത്രത്തോളം ആ ബന്ധത്തിന് ഉറപ്പുണ്ടാകുമെന്ന് നമ്മൾ അറിയണം. അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ഈ നിലക്കുള്ള കൊടും ക്രൂരമായ മനസ്സുകൾ മരണം വരെ നമുക്കോ നമ്മളെ സന്താന പരമ്പരകൾക്കോ അള്ളാഹു തരാതിരിക്കട്ടെ. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അരക്ക് താഴെ തളർന്നു കിടക്കുന്ന വീൽ ചെയറിൽ, അതെ 3-4 ടയർ വെച്ച് പോകുന്ന മറ്റേ ബൈക്ക്, അതിന്റെ മുകളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. മര്യാദക്ക് 5 മിനിറ്റ് പോലും നടക്കാൻ അയാൾക്ക് കഴിയൂല. ആ നിലക്കുള്ള ഒരാൾ ചെയ്ത പ്രവർത്തനമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് ഒരിക്കലും അയാളെ പഴിച്ചിട്ട് കാര്യമില്ല. ആ ഒരു പ്രവർത്തനം എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ നടന്നു പോകരുത്. ഒരു മുഅ്മിനായ മനുഷ്യനങ്ങനെ ചിന്തിച്ചു പോകരുത്. തന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന തന്റെ ഭാര്യയെപ്പറ്റി അയാൾ പറയുന്നത് സംശയം ജനിച്ചു എന്നാണ്. ഒരു സംശയമുണ്ടായി എന്നാണ്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഭാര്യ കളം മാറി പോകുന്നുണ്ടോ എന്നൊരു പേടിയാൻ. അങ്ങനെ ഒരു പേടി ഒരു മനുഷ്യനുണ്ടായാൽ പരിശുദ്ധ ഇസ്ലാമിൽ അതിന് മസലയില്ലേ? പരിശുദ്ധ ദീനിലത് തീരുമാനമില്ലേ? എവിടെയാണ് കടുങ്കൈ ചെയ്യാൻ ഒരു മനുഷ്യന് ദീന് പ്രേരിപ്പിക്കുന്നത്? ആരാണതിന് പ്രചോദനം കൊടുക്കുന്നത്? സുബ്ഹാന ജല്ല ജലാലു. അവസാനം കേസ് തീരുമാനം വരുന്ന സമയത്ത് ആ ഒരു വാക്ക് വരെ അയാൾ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞത്, അവസാനം തന്റെ ഭാര്യയെ കൊല്ലാൻ തീരുമാനിച്ച രാത്രി അയാൾക്കറിയാം തന്റെ ശരീരത്തിന് ആഫിയത്തില്ലാത്തത് കൊണ്ട് ഭാര്യ ഇങ്ങോട്ട് പ്രതികരിച്ചാൽ തടുത്തു നിർത്താൻ കഴിയൂല. അതിനാണ് ഉറങ്ങിക്കിടന്ന തന്റെ ഭാര്യയെ 2 കൈയും കാലും പിടിച്ചയാൾ കയറുകൊണ്ട് ബന്ധിച്ചത്. കയറിങ്ങനെ മുറുക്കുന്ന സമയത്ത് ഈ പെണ്ണ് ഞെട്ടി ഉണർന്നു. മാഷാ അല്ലാഹ്, വിലപിച്ചപ്പോ, കരയാൻ തുടങ്ങിയപ്പോ വായിലേക്ക് തുണിക്കഷ്ണം തിരികുകയാണ്. എന്നിട്ട് തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കിയെന്ന് കൊല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉറുമ്പിനെ കൊല്ലുമ്പോ, പോകട്ടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു പാറ്റയെ കൊല്ലുമ്പോൾ വരെ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ദീന് പറഞ്ഞിട്ടില്ലേ? ഒരാൾ കോഴി ഇറക്കുന്ന സമയത്താണ് എന്താണ് ചെയ്യേണ്ടത്? മാഷാ അല്ലാഹ്, അതുവരെ മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഒരു സഹജീവിയെ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കുന്ന സമയം, മാഷാ അല്ലാഹ്, ജീവന് വേണ്ടി ആ പെണ്ണ് അവസാനം പെടഞ്ഞിട്ട് വാവിട്ട് കരയുമ്പോഴാണ് തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന 2 വയസ്സുള്ള കുഞ്ഞ് ഉമ്മാന്റെ കരച്ചിൽ കേട്ടിട്ട് ഞെട്ടി ഉണർന്നത്. ആ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണ്? ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? സുബ്ഹാനല്ലാഹ്, തന്റെ ഉമ്മ അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പെടഞ്ഞിട്ട് കരയുന്നത് കണ്ടപ്പോ ഈ ചെറിയ പെൺകുട്ടിയും വാവിട്ട് കരഞ്ഞുപോയി. മാഷാ അല്ലാഹ്, അവിടെയാണ് ആ മനുഷ്യന്റെ മനസ്സാക്ഷി നഷ്ടപ്പെട്ടത്. ആ കരയുന്ന കുട്ടിയെ തന്നെ ഉപയോഗിച്ച തലയുടെ കൊണ്ട് പൊത്തിപ്പിടിച്ചിട്ടങ്ങ് കൊല്ലുകയാണ്. ശ്വാസം മുട്ടിച്ചിട്ടങ്ങ് കൊല്ലുകയാണ്. എത്രത്തോളം ഓരോരുത്തരുടെ മനസ്സിന്റെ
കടുത്ത ഹൃദയത്തിന്റെ ആളുകൾക്ക് എത്രത്തോളം ഇതുണ്ട് എന്ന് നമ്മൾ അറിയണം. അർഹമുർ-റാഹിമായ റബ്ബ് അദ്ദേഹത്തെയും നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഈ നിലക്കുള്ള വിപത്തിനെ തൊട്ട് അല്ലാഹു സർവ്വ മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഒരാളെയും ഇങ്ങനെ പെരുമാറാൻ, ഒരാളോടും ഇങ്ങനെ സമീപിക്കാൻ പരിശുദ്ധ ദീനൊരൊറ്റ കുട്ടിക്ക് അനുവാദം കൊടുത്തിട്ടില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങൾ ഈ നിലക്ക് സാഹോദര്യ ബന്ധം നിലനിർത്തേണ്ടവരാണ്, രക്തത്തിന് വില കൽപ്പിക്കേണ്ടതാണ്, ഒരു മേഖലയും ഒരാളെ കഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ടവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളെ ബറക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഈ ആയത്തുകളെ വിശാലത കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് അല്ലാഹു തആല പ്രകാശിപ്പിച്ചു തരട്ടെ. ഞാൻ അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് നാളെ പറഞ്ഞു തീർക്കാമെന്ന് ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. ഒരുപാട് രോഗികൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം മാരകമായ നിലക്കുള്ള പനി, ഡെങ്കിപ്പനി പോലുള്ള പനി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ശമനം കൊടുക്കട്ടെ. ഹോസ്പിറ്റലിലുള്ള സർവ്വ രോഗികൾക്കും അല്ലാഹു തആല ശമനം കൊടുക്കട്ടെ. ചെറിയ കുട്ടികൾ വരെ വളരെയധികം ക്ഷീണിതരായി കഴിയുന്ന അവസ്ഥയാണ്. അർഹമുർ-റാഹിമായ റബ്ബേ, ഈ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണം റഹ്മാനെ. സർവ്വ രോഗികൾക്കും നീ ശിഫ നൽകണം റഹ്മാനെ. അർഹമുർ-റാഹിമായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. ഈ പരിശുദ്ധ ദിനത്തില് മഗ്ഫിറത്തിന്റെ 10 നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സ്നേഹജനങ്ങള്, ഞങ്ങളെ ഭാര്യമാര്, മക്കള്, ദീനിന്റെ വിഷയത്തിൽ ഞങ്ങളെ സ്നേഹിച്ചവർ, ഈ പരിശുദ്ധമായ പള്ളിയുടെ ഖാദിമീങ്ങൾ, ഇതിനെ സഹായിക്കുന്നവർ, ഈ സദസ്സിൽ പങ്കെടുത്തവർ, അല്ലാഹുവേ, ഇത് നാടിന്റെ നാനാഭാഗത്തിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി ഹിദ്മ ചെയ്യുന്നവർ, എല്ലാവർക്കും നീ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. അർഹമുർ-റാഹിമായ റബ്ബേ, ഞങ്ങളെയും അവരെയൊക്കെ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കൊക്കെ നീ വിശാല മനസ്സ് നൽകണം റഹ്മാനെ. ഒരാളെയും വേദനിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങൾ ഈ ലോകത്ത് ജീവിച്ച കാരണം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലേക്ക് ഞങ്ങളെ നീ മാറ്റരുത് റഹ്മാനെ. അർഹമുർ-റാഹിമായ റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് തുറന്നു നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ വരുമാനത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, സകല ഏർപ്പാടുകളിലും നീ ഒരുപാട് ബറക്കത്ത് ചൊരിഞ്ഞു തരണേ റഹ്മാനെ. പ്രത്യേകിച്ച് റഹ്മുർ-റാഹിമായ റബ്ബേ, ഞങ്ങളുടെ നാട്ടിലെ ദീനിന്റെ സ്ഥാപനങ്ങൾ മൊത്തം നടന്നു പോകുന്നത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നേരത്തെ വണ്ടി കയറിപ്പോയി തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, എന്നാലും അവർ കയറിപ്പോയ പാവപ്പെട്ട പ്രവാസി കൂട്ടുകാർ പലരും പല ബുദ്ധിമുട്ടുകളിലാണ്. നീ അവർക്ക് ഫത്ഹ് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രങ്ങളും കൂടിയിട്ട് ഒരു രാഷ്ട്രത്തിനെതിരെ തീരുമാനമെടുക്കുന്ന വല്ലാത്ത സന്നിഗ്ധ ഘട്ടത്തിലാണ് റഹ്മാനെ. നീ ഫത്ഹ് നൽകണം റഹ്മാനെ. നീ വിഷയങ്ങൾക്കൊക്കെ നീ ഫത്ഹ് നൽകണം റഹ്മാനെ. എവിടെയും മുഅ്മിനീങ്ങൾ തമ്മിലടിക്കുന്ന ഒരു ഘട്ടം ഞങ്ങൾ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നൊരു ദുരന്തം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. എല്ലാ വിഷയത്തിലും നീ ഫത്ഹ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുടെ പല ബന്ധുക്കളും മരിച്ച ഖബറിലാണ്. നീ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടെ മരണം വരെ ദീനിന്റെ ഖാദിമുകളായി ജീവിക്കാനുള്ള ഭാഗ്യം നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി റാഹത്തോടെ മരിച്ച് ഖബർ ജീവിതമൊന്ന് സന്തോഷത്തിലായി അവസാനം നിന്റെ കോടതിയിലേക്കൊക്കെ മുഅ്മിനീങ്ങൾ സന്തോഷത്തോടെ വരുമ്പോൾ ആ കൂട്ടത്തിലൊന്ന് കോലം മറിക്കപ്പെടാത്ത നിലക്ക് റാഹത്തോടെ വന്ന് അതും കഴിഞ്ഞ് നിന്റെ സ്വർഗത്തിലൊന്ന് റാഹത്തോടെ സംഗമിക്കുന്ന സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. കഠോരമായ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.